നമുക്ക് കർത്താവിലേക്ക് നോക്കി ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മതത്തിലുള്ളതിനെ ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. നിത്യനായ ദൈവം കർത്താവ് ഞങ്ങളുടെ ഇടയിൽ വന്ന് പാർത്ത ആ കൃപയും സത്യവും നിറഞ്ഞവനായ യേശു കർത്താവിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. ഇന്നും കർത്താവെ മാറ്റമില്ലാത്തവനായിട്ട് ഇന്നലെയും ഇന്നും എന്നും അനന്യനായിട്ടുള്ള മാറ്റമില്ലാത്തവനായിട്ടുള്ള കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ കഴുകണം, അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണം. കർത്താവെ, നിത്യതയ്ക്ക് ഏറ്റവും പ്രയോജനമുള്ള കാര്യങ്ങളെ കേൾപ്പാൻ, അത് ധ്യാനിപ്പാൻ, ആ വചനത്തിന് കീഴടങ്ങുവാൻ, അതിനാൽ ശുദ്ധീകരണം പ്രാപിക്കുവാൻ, അതിനാൽ കർത്താവെ നുറുക്കപ്പെടുവാൻ, അതിനാൽ കഴുകപ്പെടുവാൻ, കർത്താവെ അതിനാൽ അങ്ങയോട് ചേർന്ന് പണിയപ്പെടുവാൻ, അതിവിശുദ്ധ സ്ഥലത്ത് അങ്ങോട്ട് കൂടുതൽ കർത്താവെ അടുക്കുവാൻ തക്കവണ്ണം അവിടുത്തെ വചനം കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു. കർത്താവെ, അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ നമ്മൾ മാസങ്ങളായിട്ട് വെളിപാട് പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വെളിപാട് പുസ്തകം ഇന്ന് നമ്മൾ 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ കയറുവാണല്ലോ. വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വരെ നമ്മൾ 18-ാമത്തെ വാക്യം വരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. 13-ാം അധ്യായത്തിലാണ് എതിർ ക്രിസ്തുവിനെ കുറിച്ചും കള്ളപ്രവാചകനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഭാഷയിൽ വചനത്തിൽ വരച്ച് കാട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ യോഹന്നാൻ്റെ ഈ വെളിപാടിൻ്റെ ഒരു രത്നസ്വരൂപമായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട യോഹന്നാന് ദൈവം കൊടുക്കുന്ന ദർശനം, യേശുവിൻ്റെ ആ ദർശനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 2-3 അധ്യായങ്ങളിൽ അന്നത്തെ 7 സഭകൾക്കുള്ള ദൂത് യോഹന്നാനിലൂടെ കർത്താവ് കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ 4-ാം അധ്യായത്തിൽ സ്വർഗത്തിലൊരു തുറന്ന വാതിലും അവിടെ സ്വർഗസിംഹാസനത്തിൽ പിതാവിനെ ആരാധിക്കുന്ന ഒരു രംഗം വെളിപാട് 4-ാം അധ്യായത്തിൽ കാണുന്നു. 5-ാം അധ്യായത്തിൽ പുത്രനെ ആരാധിക്കുന്നു, പിതാവിനെ ആരാധിക്കുന്ന പോലെ തന്നെ പുത്രനെ ആരാധിക്കുന്ന ഒരു കാര്യമാണ് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ പിതാവിൻ്റെ കയ്യിലുള്ള മുദ്രയിടപ്പെട്ട ഒരു പുസ്തകത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു. അത് ഭൂമിമേലുള്ളൊരു ന്യായവിധിയെ കുറിക്കുന്ന, ഭൂമിയുടെ ആധാരം എന്നവണ്ണമുള്ളൊരു പുസ്തകമായിട്ട് നമ്മൾ കണ്ടു. അതിൻ്റെ 7 മുദ്രകൾ, അതിൻ്റെ 7 മുദ്രകളിലെ ഓരോരോ മുദ്രകളായിട്ട് അറക്കപ്പെട്ട കുഞ്ഞാടാകുന്ന കർത്താവിന് മാത്രമേ ആ മുദ്രകൾ പൊട്ടിക്കുവാനുള്ള യോഗ്യതയുള്ളൂ. യേശു കർത്താവ് ഓരോരോ മുദ്രകളായിട്ട് പൊട്ടിക്കുന്ന കാര്യമാണ് 6-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നത്. അതിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ ഓരോരോ മുദ്രകളായിട്ട് പൊട്ടിക്കും. ആദ്യത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ എതിർ ക്രിസ്തുവും, പിന്നീട് യുദ്ധവും, ക്ഷാമവും, മരണവും, മഹോപദ്രവവും, പിന്നെ കർത്താവിൻ്റെ 2ാമത്തെ വരവും ഒക്കെ നമ്മൾ 6-ാം അധ്യായത്തിൽ കാണുന്നു. അങ്ങനെ 6 മുദ്രകൾ പൊട്ടിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ 6-ാം അധ്യായത്തിൽ കാണുന്നത്. കർത്താവിൻ്റെ 2ാമത്തെ വരവിന് തൊട്ട് മുമ്പായിട്ട് 7-ാം അധ്യായത്തിൽ ശേഷിപ്പായിരുന്നൊരു 144,000 യഹൂദന്മാരെ 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 വെച്ച് 144,000 പേരെ മുദ്രയിടുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ വെളിപാട് 7-ന്റെ ആദ്യത്തെ 8 വാക്യങ്ങളിൽ വായിക്കുന്നു. പിന്നെ 9-ാമത്തെ വാക്യം മുതൽ കർത്താവിനെ എതിരേൽക്കാനായിട്ട് വലിയൊരു പുരുഷാരം, അവിടെ സഭ കാലങ്ങളായിട്ടുള്ള ദൈവസഭ കർത്താവിനെ എതിരേൽക്കുന്നതും പിന്നെ നിത്യതയോളമുള്ള അവരുടെ ആ ഒരു ആശ്വാസത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു സൂചനയൊക്കെ നമ്മൾ തുടർന്ന് 7-ാം അധ്യായത്തിൽ ബാക്കിയുള്ള വാക്യങ്ങളിലൊക്കെ വായിച്ചിട്ട് പിന്നെ 8-ാം അധ്യായത്തിൽ ആ 7ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ, അതായത് 6ാമത്തെ മുദ്ര പൊട്ടിച്ച് കർത്താവിൻ്റെ 2ാമത്തെ വരവ് വന്നു. അതിനുശേഷമാണ്, സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണ് 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്നത്. 5ാമത്തെ മുദ്രയിലെ മഹോപദ്രവം, 6ാമത്തെ മുദ്രയിലെ കർത്താവിൻ്റെ 2ാമത്തെ വരവ്, 7ാമത്തെ മുദ്രയിലാണ് ദൈവത്തിൻ്റെ ന്യായവിധി. ആ 7ാമത്തെ മുദ്രയിൽ 7 കാഹളങ്ങളുണ്ട്. 7 ദൂതന്മാർ ആ കാഹളങ്ങൾ ഓരോന്നായിട്ട് ഊതാൻ തുടങ്ങുന്നു. അതിലെ ആദ്യത്തെ 4 കാഹളങ്ങളെക്കുറിച്ച് 8-ാം അധ്യായത്തിൽ വായിക്കുന്നു. 5, 6 കാഹളങ്ങളെക്കുറിച്ച് 9-ാം അധ്യായത്തിൽ ഭൂമിക്ക് മേലുള്ള അവിശ്വാസികളുടെ മേലുള്ള ന്യായവിധിയാണ് നമ്മളവിടെ കാണുന്നത്. പിന്നെ 10-ാം അധ്യായത്തിൽ ദൂതനൊരു ചെറു പുസ്തകമായിട്ട് നിൽക്കുന്നതും, അത് തുറന്നൊരു പുസ്തകമായിട്ട്, മുദ്രകളെല്ലാം പൊട്ടിക്കപ്പെട്ട ഒരു പുസ്തകമായിട്ടാണ്, ഓപ്പൺ ബുക്ക് എന്നൊക്കെയാണ് നമ്മളവിടെ, അവൻ്റെ കയ്യിലൊരു പുസ്തകം, ലിറ്റിൽ ബുക്ക് വിച്ച് വാസ് ഓപ്പൺ, 2ാമത്തെ വാക്യത്തിൽ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകം ഉണ്ടായിരുന്നു എന്നൊക്കെ വെളിപാട് 10:2 നമ്മൾ കണ്ടു. ദൂതൻ ആണയിടുവാണ്, ദൈവത്തിൻ്റെ പേര് വിളിച്ച് ആണയിടുവാണ്. ദാസന്മാരെ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതെല്ലാം നിവൃത്തിയാകുന്ന ആണയിടുന്ന ഒരു കാര്യമാണ് 6-7 വാക്യങ്ങളിൽ കാണുന്നത്. അനന്തരം യോഹന്നാൻ അപ്പോസ്തലനോട് ഈ പുസ്തകം ഭക്ഷിക്കാൻ പറയുന്നതും, അങ്ങനെ ആ പുസ്തകം, ദൈവത്തിൻ്റെ വചനം നമ്മൾ ഭക്ഷിക്കുമ്പോൾ അത് അവിടെ ഗ്രേസ് ആൻഡ് ട്രൂത്ത് ഉണ്ട്, കൃപയും സത്യമുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ. വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്ത യേശുവിൽ കൃപയും സത്യം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ വചനത്തിലും കൃപയും സത്യമുണ്ട്. കൃപയും സത്യം എന്ന് പറയുമ്പോൾ, കൃപയെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹവും മനസ്സലിവും ദീർഘക്ഷമയും കുറിക്കുന്ന കാര്യങ്ങൾ,
സത്യം എന്ന് പറയുമ്പോൾ കാർക്കശ്യം, ദൈവത്തിൻ്റെ പാപത്തിനെതിരെ, പാരമ്പര്യത്തിനെതിരെ, ലോകമൈത്വത്തിനെതിരെയൊക്കെയുള്ള ഒരു കാർക്കശ്യവും തീക്ഷ്ണതയൊക്കെ കുറിക്കുന്ന ഒരു കാര്യമാണ് സത്യത്തെ കുറിക്കുന്നത്. അപ്പം അങ്ങനെ കൃപയും സത്യവും സമഞ്ജസമായിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ട് നിറഞ്ഞു നിന്ന ആ യേശു, അതുപോലെ ആ പുസ്തകം അത് വായിൽ മധുരവും പിന്നീട് വയറ്റിൽ കയ്പുമായ കാര്യമൊക്കെയാണ് വെളിപാട് 10:10 നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ആശ്വാസത്തിൻ്റെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന വചനങ്ങളുണ്ട്. എന്നാൽ ആ വചനം നമ്മളുടെ ദൈനംദിന സാഹചര്യങ്ങളിൽ ആ വചനത്തിന് വേണ്ടി നമ്മളൊരു നിലപാടെടുക്കുമ്പോൾ, ആ വചനത്തെ അനുസരിക്കാനായിട്ട് നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു ക്രൂശുണ്ട്. അവിടെ ഒരു ക്രൂശിൻ്റെ മരണത്തിൻ്റെ, ജഡത്തിൻ്റെ ഒരു കഷ്ടമുണ്ട്. അതാണ് ആ കയ്പ്. നമ്മളെ തന്നെ ന്യായം വിധിക്കുന്നു, ദൈവമുമ്പാകെ നമ്മളുടെ കുറവുകൾ നമ്മൾ ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്നു. അവിടെ ഒരു ജഡത്തിലൊരു കഷ്ടം. നമ്മൾ പല കാര്യങ്ങളും നമുക്ക് സ്വതവേ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് അറിഞ്ഞ് നമ്മൾ കർത്താവെ അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉള്ളൊരു കയ്പ്. അവിടെ ഒരു ജഡത്തിൽ കഷ്ടം സഹിക്കുന്നവൻ പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ നമ്മൾ 1 പത്രോസ് 4:1-2 വാക്യങ്ങൾ വായിക്കുന്നത് പോലെ. അപ്പോൾ ആ ഒരു കാര്യം അത് കഴിഞ്ഞിട്ട് പിന്നീട് യോഹന്നാന് വീണ്ടും സംസാരിക്കാനായിട്ട് വീണ്ടും പ്രവചിക്കേണ്ടി വരും എന്ന് 11-ാമത്തെ വാക്യം, വെളിപാട് 10:11 ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ വചനം നമ്മളിൽ ഒരു ക്രിയ ചെയ്ത് അതിൻ്റെ മാധുര്യവും കയ്പും അതിൻ്റെ ആശ്വാസവും അതുപോലെ തന്നെ അതിൻ്റെ കർക്കശമായിട്ടുള്ള ഭാഗങ്ങളും, അതായത് ന്യായവിധിയും ക്രൂശിൻ്റെ വചനങ്ങളും എല്ലാം നമ്മളിൽ, ആ വചനം നമ്മളുടെ ജഡമായി തീരുമ്പം, വചനം നമ്മളുടെ ആത്മമനുഷ്യൻ്റെ മാംസമായിട്ട് തീരുമ്പോഴാണ്, ആ വചനം നമ്മളുടെ ഫുൾഫിൽഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾക്കൊരു അനുഭവമായിട്ട് മാറുമ്പോഴാണ് നമുക്ക് ആ വചനം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് അത് ബുദ്ധിയിൽ നിന്ന് ബുദ്ധിയിലേക്ക് ഒരു അറിവായിട്ട് മാത്രമായിരിക്കും. എന്നാൽ ആത്മാവിൽ നിന്ന് അതൊരു അനുഭവത്തിൽ നിന്ന് വെളിപ്പാടായിട്ട് മറ്റുള്ളവർക്ക് ജീവനായിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ ഒരു വചനം നമ്മളുടെ അത് മാംസമായി തീരുന്നതിൻ്റെ ഒരു കാര്യമൊക്കെയാണ് നമ്മളവിടെ വെളിപാട് 10 ലാസ്റ്റ് 2 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിച്ച്. അതിനുശേഷം പിന്നെ 11-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വരവിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഭൂമിയിൽ 3.5 വർഷക്കാലം കർത്താവ് ഉയർത്തുന്ന 2 ശിഷ്യന്മാരെ, 2 സാക്ഷികളെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ഏലിയാവിൻ്റെയും മോശയുടെയും ശുശ്രൂഷ പോലുള്ള ഒരു ശുശ്രൂഷ അവർക്കുള്ളതെന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവർ പുതിയ ഉടമ്പടിയിലെ 2 ശിഷ്യന്മാരായിട്ട് കർത്താവിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നു. അവിടെ മോശയും ഏലിയാവും ഒക്കെ ഓരോരോ സമയത്ത് ഓരോ കാലഘട്ടങ്ങളിൽ സിംഗിളായിട്ടാണ് അവർ, ഓരോരോ മനുഷ്യരായിട്ടാണ് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചെങ്കിൽ, എന്നാൽ പുതിയ ഉടമ്പടിയിൽ പുതിയ ഉടമ്പടി എടുത്ത ആളുകളെ മറിക്കുമ്പോൾ തന്നെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം മുതൽ തന്നെ നമ്മൾ എന്താ വായിക്കുന്നത്? കർത്താവ് ഓരോരുത്തർ 2 അയക്കാൻ തുടങ്ങിയതായിട്ട് നമ്മൾ വായിക്കുന്നത്. പുതിയ ഉടമ്പടിയിൽ സാങ്ക്ലർ എപ്പോഴും പറഞ്ഞതുപോലെ പഴയ ഉടമ്പടിയിൽ അവർ ലോൺ പ്രോഫിറ്റ്സ് ആയിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ ദൈവം ഉയർത്തുന്നു. എന്നാൽ ഇവിടെ പുതിയ ഉടമ്പടിയിൽ എപ്പോഴും ഒരു ബോഡിയുടെ റെപ്രസെൻറ്റേഷൻ. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിലും അവർ 2-ാം അധ്യായത്തിൽ പത്രോസ് 11 പേരോട് ചേർന്ന് സുവിശേഷമൊക്കെ പറഞ്ഞതിന് ശേഷം 3-ാം അധ്യായത്തിലും പത്രോസും യോഹന്നാനും കൂടി ചേർന്ന് സുവിശേഷം പറയാൻ പോകുന്ന ഒരു കാര്യം. വളരെ ഓപ്പോസിറ്റ് ടെമ്പറമെൻ്റുള്ള, വളരെ വെള്ളം എണ്ണയെന്ന് പറയുന്നത് പോലെയുള്ള ടെമ്പറമെൻ്റ് ആയിരുന്നു പത്രോസിന് യോഹന്നാനും. ഒരാൾ വളരെ എടുത്തുചാട്ടക്കാരനും ഒരാൾ വളരെ ധ്യാനാത്മകമായിട്ട് വളരെ മയപ്പെട്ടിരിക്കുന്ന ഒരു ടെമ്പറമെൻറ്റും ഒക്കെയുള്ള ഒരു സ്വഭാവ സവിശേഷതയുള്ളവരെ ദൈവം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നായിട്ടാക്കി തീർക്കുന്നത് പോലെ ഇവിടെ 2 സാക്ഷികൾ, മോശയുടെ ഏലിയാവ്. മോശ വളരെ താഴ്മ, ഭൂമിയിലെ ഏറ്റവും താഴ്മയുള്ള മനുഷ്യൻ എന്നൊക്കെ മോശയെക്കുറിച്ച് സംഖ്യാപുസ്തകം 12:3 വായിക്കുന്നു. ഏലിയാവ് അവിടെ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കുന്ന മനുഷ്യൻ, ആ ഒരു തീക്ഷ്ണത. അതുപോലുള്ള ഒരു സമഞ്ജസമായിട്ട് ഒരു ബാലൻസ്ഡ് മിനിസ്ട്രി ഈ ഒരു 2 സാക്ഷികളെ കൊണ്ട് കർത്താവ് അവിടെ ചെയ്യുന്നൊരു കാര്യമൊക്കെ, ആ ഒരു മനോഹരമായ ഒരു കാര്യമൊക്കെ നമ്മൾ വെളിപാട് 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എന്നാൽ അവരുടെ ശുശ്രൂഷ തീർന്നപ്പോഴത്തേക്കും ദൈവം അനുവദിച്ചതുകൊണ്ട് ക്രിസ്തു അവരെ കൊല്ലുന്നു. അവരുടെ ശരീരം 3.5 ദിവസം അവിടെ യെരുശലേം തിരുവീഥികളിൽ കിടക്കുന്നതായിട്ടൊക്കെ നമ്മൾ വെളിപാട് 11-ന്റെ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. അതിനുശേഷം അവർ ഉയർത്തെഴുന്നേൽക്കുന്നു. പിന്നെ വെളിപാട് 11-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലാണ് കർത്താവിൻ്റെ 2-ാമത്തെ വരവ്. അവർ ഉയർത്തെഴുന്നേൽക്കുന്നു. കർത്താവിൻ്റെ 2-ാമത്തെ വരവെങ്കിൽ അവിടെ കർത്താവിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നു. സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്ന ഒരു രംഗമാണ് നമ്മൾ 1000 വർഷക്കാലത്തേക്കുള്ള കർത്താവിൻ്റെ ഒരു ഭരണം. കർത്താവ് ഈ ഭൂമിയിൽ 2ാമത് വരുമ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ ഒരു 1000 വർഷക്കാലത്തേക്ക് കർത്താവ് ഭരിക്കുന്ന ഒരു രാജ്യം. അത് ആണ് നമ്മൾ 15 മുതലുള്ള വെളിപാട് 11-ന്റെ 15 മുതലുള്ള വാക്യങ്ങൾ കാണുന്നത്. അവിടെ കർത്താവ് തൻ്റെ വൃതന്മാർക്ക്, തൻ്റെ പ്രവാചകന്മാർക്ക്, തൻ്റെ ശിഷ്യന്മാർക്കൊക്കെ
പ്രതിഫലം കൊടുക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കാണുന്നത്. അതിനുശേഷമാണ് ആ പ്രതിഫലത്തിനനുസരിച്ചൊക്കെ ആയിരിക്കും അവർ ഓരോരോ ഓരോരോ ഭൂപ്രദേശങ്ങൾ കൈയാളുന്നതും അവിടെ ഭരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നത്. അതിനുശേഷം 1000 വർഷക്കാലത്തിന് ശേഷമാണ് സാത്താനെ വീണ്ടും അഗാധകൂപത്തിൽ നിന്ന് തുറന്നു വിടുന്നതൊക്കെ നമ്മൾ വെളിപാട് 20-ാം അധ്യായത്തിൽ കണ്ടിട്ട് അതിനുശേഷമാണ് അവിശ്വാസികളുടെ ന്യായവിധി. അപ്പം വിശ്വാസികൾ ദൈവമുമ്പാകെ കണക്ക് കൊടുക്കേണ്ടി വരുന്നതും കർത്താവിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കുന്നതൊക്കെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ സംഭവിക്കുന്നു. അതിനുശേഷം 1000 വർഷക്കാലത്തിന് ശേഷമാണ് അവിശ്വാസികളുടെ ന്യായവിധി. അതിനുശേഷം അവർ തീപ്പൊയ്കയിലിട്ട് തള്ളിയിടുന്ന കാര്യമൊക്കെ നമ്മൾ വെളിപാട് 20-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ. അതിനുശേഷം വെളിപാട് 12-ാം അധ്യായത്തിൽ ഇസ്രായേലിനെ ഒരു സ്ത്രീയോട് ഉപമിച്ച് ആ ഇസ്രായേലിൻ്റെ സന്തതിയായിട്ടുള്ള യേശുവിനെ കൊടുക്കാനായിട്ട് സാത്താൻ തക്കം പാർത്തിരിക്കുന്നതും അവസാനം കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു 3.5 വർഷക്കാലം സാത്താനെ മിഖായേലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ദൂതസേന യുദ്ധം ചെയ്ത് സാത്താനെ 2-ാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിയിടുന്ന കാര്യമൊക്കെ നമ്മൾ വെളിപാട് 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ ഭൂമിയിലേക്ക് അവരെ തള്ളിയിടുന്നതായിട്ടൊക്കെ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിശാചിനെ അക്യൂസർ, കുറ്റം ചുമത്തുന്ന അപവാദി എന്നൊക്കെ നമ്മൾ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലും പിന്നെ അവനെ ഒരു ഡിസീവർ എന്ന 9-ാമത്തെ വാക്യത്തിൽ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്നവൻ, ഡിസീവ്സ് ദ ഹോൾ വേൾഡ്, വഞ്ചിക്കുന്നവൻ, വഞ്ചകൻ, അപവാദി എന്നുള്ള പേരുകളൊക്കെ പിശാചിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ അതിൻ്റെ 9-10 വാക്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം പിശാച് ഇസ്രായേലിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇസ്രായേലിനെ ദൈവം എയർലിഫ്റ്റ് ചെയ്തെന്നവണ്ണം രണ്ട് ചിറകുകൾ, വലിയ കഴുകന് 2 ചിറകുകളിൽ 14-ാമത്തെ വാക്യം അവളെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. 14-ാമത്തെ വാക്യം വെളിപാട് 12:14 അങ്ങനെ ഒരു 3.5 വർഷക്കാലം അവിടെ ആ മഹോദ്രത്തിന് സമയത്ത് ഇസ്രായേലിനെ പോറ്റി രക്ഷിക്കുന്ന ഒരു കാര്യം. എന്നാൽ ഇസ്രായേലിൻ്റെ ബാക്കിയുള്ള സന്തതികളായിട്ടുള്ള സഭയെ ഈ ഡ്രാഗൺ, മഹാസർപ്പം വന്ന് പീഡിപ്പിക്കാൻ പീഡിപ്പിക്കുന്ന കാര്യമൊക്കെയാണ് നമ്മൾ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. പിന്നെ അവിടെ ഈ ഡ്രാഗൺ മാത്രമല്ല, അവൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ട്. അതാണ് നമ്മൾ 13-ാം അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നത്. ആ മഹാസർപ്പം അവനെ ദൈവത്തെ എല്ലാ വിധത്തിലും അനുകരിക്കാൻ നോക്കുന്നത് പോലെ, ദൈവത്തെ പോലെ ആകാൻ വേണ്ടി നിങ്ങൾ ഈ പഴം കഴിക്കാന്ന് പറഞ്ഞ് ഹവാമ്മച്ചിയെ പറ്റിച്ചത് നമുക്കറിയാം. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ. അപ്പം ദൈവത്തെ പോലെ എല്ലാത്തിലും ആവണം എന്നും പറഞ്ഞ് ദൈവത്തിൻ്റെ കൂടെ ആരാധനയും ആഗ്രഹിക്കുന്ന ആ പിശാച് ദൈവം തൃത്വമായിരിക്കുന്നത് പോലെ അവനൊരു തൃത്വത്തെ അങ്ങ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? അവന് മഹാസർപ്പമാകുന്ന പിശാച്, പിന്നെ എതിർ ക്രിസ്തു ആകുന്ന 1-ാമത്തെ മൃഗം, പിന്നെ 2-ാമത്തെ മൃഗം കള്ളപ്രവാചകൻ. അപ്പോൾ ആ 1-ാമത്തെ മൃഗത്തെക്കുറിച്ചും ചെസ് നമ്പർ 1, ചെസ് നമ്പർ 2 എന്ന് പറയുന്ന കണക്ക് ബീസ് നമ്പർ 1, ബീസ് നമ്പർ 2 ഒക്കെ നമ്മൾ വെളിപാട് 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതലും 11-ാമത്തെ വാക്യം മുതലും ഒക്കെ കണ്ടു. അവിടെ 10 കൊമ്പുകളുള്ള 1-ാമത്തെ മൃഗം, 2 കൊമ്പുകളുള്ള 2-ാമത്തെ മൃഗമാകുന്ന ആ കള്ളപ്രവാചകൻ ഒരു യഹൂദനായിരിക്കാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ അവിടെ 11-ാമത്തെ വാക്യത്തിൽ കണ്ട് ഭൂമിയിൽ നിന്ന് കയറുന്നത് കാണുന്നു. ഇത് ക്രിസ്തു ഒരു വിജാതീയൻ, യഹൂദനല്ലാത്തൊരു മനുഷ്യനായിരിക്കാം എന്നുള്ളൊരു സൂചനയാണ് അവൻ സമുദ്രത്തിൽ നിന്ന് കയറുന്നത് കണ്ടു എന്നുള്ളതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. വലിയ വലിയ അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇത് ക്രിസ്തുവിൻ്റെ ഒരു പ്രതിമ, സംസാരിക്കുന്ന പ്രതിമ ഉണ്ടാക്കുന്നു. എല്ലാവരും നമസ്കരിക്കാത്തവരെ, ഇതിൻ്റെ മുദ്രയില്ലാത്തവരെ, ഈ ക്രിസ്തുവിന് മുദ്രയില്ലാത്തവരെയൊക്കെ അവർ കൊന്നുകളയുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ മുദ്ര 666, ആ പേരിൻ്റെ സംഖ്യ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യവും 666 എന്ന് പറയുമ്പോൾ 6 മനുഷ്യൻ്റെ സംഖ്യ. മനുഷ്യൻ 6-ാമത്തെ ദിവസമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ മനുഷ്യൻ്റെ ദൈവത്തെ പോലെ ആകാനുള്ള ഒരു പാഴ്ശ്രമം മാതിരിയുള്ളൊരു കാര്യമാണ് 666. ആ ഒരു യേശുവിൻ്റെ പേര് ഗ്രീക്കിൽ എഴുതുമ്പോൾ അത് ആ ഗ്രീക്കിൽ ഓരോ ആൽഫബറ്റിനുള്ള നമ്പേഴ്സ് കൂട്ടുമ്പോൾ 888. യേശു 1-ാം നാളിൽ, അതായത് 8-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ്. 1-ാം നാൾ എന്ന് പറയുമ്പോൾ 7 കഴിഞ്ഞിട്ടുള്ള 1-ാം നാൾ, 8-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ്. അപ്പോൾ 888 കിട്ടുന്ന കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില കൗതുകകരമായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ചില ഫാക്ട്സൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് അന്തിമവിജയ പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചല്ലോ. ഇനിയിപ്പോൾ നമ്മൾ വെളിപാട് 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇപ്പം ജസൻ ബ്രദർ ഇപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ജേക്കബ് ബ്രദർ 1-ാമത്തെ വാക്യത്തിൻ്റെ പോർഷൻ ബ്രദർ ഇപ്പം വായിക്കുമല്ലോ. 14 വാക്യം 1. പിന്നെ ഞാൻ സീയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. 13-ാം അധ്യായത്തിൽ വായിച്ചതിന് നേരെ എതിരായ കാര്യമാണ് ഇവിടെ നാം കാണുന്നത്. അവിടെ ആളുകൾ പരസ്യമായോ
അതായത് നെറ്റിയിൽ മുദ്രയേൽക്കുക, രഹസ്യമായോ വലത് കൈവെള്ളയിൽ മുദ്രയേൽക്കുക. തന്നെ അംഗീകരിക്കാൻ എതിർക്രിസ്തു അവസരം കൊടുത്തതായി നാം വായിക്കുന്നു. പക്ഷേ തന്റെ ശിഷ്യന്മാർക്ക് അത്തരം തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ഒന്നും യേശു ക്രിസ്തു കൊടുക്കുന്നതായി നാം കാണുന്നില്ല. ഓരോ ശിഷ്യനും തന്നെ പരസ്യമായി അംഗീകരിക്കണം. കുഞ്ഞാടിന്റെ മുദ്ര നെറ്റിയിലാണ് ഏൽക്കേണ്ടത്. ക്രിസ്തുവിന്റെ രഹസ്യ അനുയായി എന്നൊരു അവസ്ഥ ഇല്ല. ഒത്തുതീർപ്പുകാരായ ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ച ഒരു പ്രയോഗമാണ് രഹസ്യ അനുയായി എന്നത്. യേശു പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും. വ്യഭിചാരവും പാപവും ഉള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശ്വസ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. മത്തായി 10:32, 33, മർക്കോസ് 8:38. നിങ്ങൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ കർത്താവിന്റെ മുദ്ര നിങ്ങളുടെ നെറ്റിമേൽ ഉണ്ടായിരിക്കണം. അഥവാ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന് ഓഫീസിൽ എല്ലാവരും അറിഞ്ഞിരിക്കണം. മറ്റാർക്കും അറിയാൻ കഴിയാത്ത വിധത്തിൽ കയ്യിൽ ഒരു രഹസ്യമുദ്ര ഏൽക്കുക എന്നൊന്നില്ല. ഒരു രഹസ്യ ശിഷ്യനായിരിക്കാൻ കഴിയും എന്ന് ആണ് കരുതുന്നതെങ്കിൽ നിങ്ങൾ വഞ്ചനയുടെ ലോകത്ത് ആണ് ജീവിക്കുന്നത്. ക്രിസ്തുവിന് ഒരു തരത്തിലുള്ള അനുയായികൾ മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിന്റെ പരസ്യമായി അറിയപ്പെടുന്ന ശിഷ്യന്മാർ, നെറ്റിയിൽ അവിടുത്തെ മുദ്രയുള്ളവർ. എല്ലാവർക്കും ഈ കാര്യം വ്യക്തമായി അറിയാവുന്നവർ. നമ്മുടെ നാട്ടിലെ പല വിശ്വാസികളും യേശുക്രിസ്തുവിന്റെ അനുയായികളായി അറിയപ്പെടുന്നതിൽ ഉള്ളവരാണ് എന്നത് എത്രമാത്രം ലജ്ജാകരമാണ്. എതിർ ക്രിസ്തുവിന്റെ മുദ്ര പോലുള്ള കുറികളും വരകളും നെറ്റിയിൽ ചാർത്തി തങ്ങളുടെ ഓഫീസുകളിൽ പോകുന്ന ധാരാളം ഹൈന്ദവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ക്രിസ്ത്യാനികളിൽ പലരും തങ്ങൾ ആരെ അനുഗമിക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ ലജ്ജിക്കുന്നു. തങ്ങളുടെ ഉദ്യോഗ കയറ്റത്തെ അത് ബാധിച്ചേക്കാം എന്നായിരിക്കും അവരുടെ പേടി. അത്തരം ക്രിസ്ത്യാനികൾ അനുരഞ്ജനക്കാരും ഉദ്യോഗ കയറ്റത്തെ സ്നേഹിക്കുന്നവരും ആണെന്ന് അവർ യേശുക്രിസ്തുവിന്റെ ധീരമായ സാക്ഷികളല്ല. സത്യത്തിൽ അവർ സ്വയം ലജ്ജിക്കേണ്ടതുണ്ട്. സിയോൻ മലയിൽ കുഞ്ഞാടിനൊപ്പം നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവർ ഉണ്ടായിരിക്കുകയില്ല. കാരണം ആ 144,000 പേർ തങ്ങൾ ക്രിസ്തുവിനെയാണ് അനുഗമിക്കുന്നതെന്ന് ധൈര്യത്തോടെ ഏറ്റുപറയാൻ മടിച്ചവരല്ല. തങ്ങളുടെ രക്ഷിക്കപ്പെടാത്ത ബന്ധുക്കളുടെ ഇടയിലും അയൽപക്കത്തും ഓഫീസിലും ഒന്നും അവർ ആയിരുന്നില്ല. ഒരു ഹൈന്ദവൻ നെറ്റിയിൽ പൊട്ടോ കുറിയോ ധരിച്ചു പോകുന്നത് കാണുമ്പോഴൊക്കെയും ഈ കാര്യം അത് നിന്നോട് സംസാരിക്കട്ടെ. താൻ തന്റെ വിഗ്രഹത്തെ ആരാധിക്കുന്നതിനാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അവൻ ലജ്ജിക്കുന്നില്ലെങ്കിൽ നാം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരാണെന്ന് സമ്മതിക്കുവാൻ എന്തിന് നാണിക്കണം? 7-ാം അധ്യായത്തിൽ നാം കണ്ട 144,000 പേരല്ല ഇവർ. അവിടെ കണ്ട 144,000 പേർ ഇസ്രയേലിന്റെ വിവിധ ഗോത്രങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഇസ്രയേലിന്റെ ഗോത്രങ്ങൾ യേശുക്രിസ്തു മശിഹയാണെന്ന് വിശ്വസിക്കുകയോ കുഞ്ഞാടിനെ അനുഗമിക്കുകയോ ചെയ്യുന്നവരല്ല. ഇത് തീർച്ചയായും മറ്റൊരു സംഘമാണ്.
വെളിപ്പാട് 2-3 അധ്യായങ്ങളിൽ ജയാളികൾ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നവർ ആണിവർ. പഴയ നിയമത്തിൽ ഒരുവന്റെ പേർ അവന്റെ സ്വഭാവത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ 144,000 പേരുടെ നെറ്റിയിൽ പിതാവിന്റെയും കുഞ്ഞാടിന്റെയും നാമം എഴുതിയിരിക്കുന്നു എന്നതിന്റെ അർത്ഥം പിതാവിന്റെയും കുഞ്ഞാടിന്റെയും സ്വഭാവം അവരുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ചിരുന്നു എന്നാണ്. ഇവിടെ നമ്മോട് തന്നെ ചോദിക്കാവുന്ന ഒരു നല്ല ചോദ്യം ഇതാണ്: നമ്മോട് ദോഷമായി പെരുമാറുന്നവരോട് കുഞ്ഞാടിന്റെ സ്വഭാവമാണോ നാം പ്രതിഫലിപ്പിക്കുന്നത്? ഇത് രോഗം കത്രിക്കുന്നവരുടെ മുൻപാകെ വായെ തുറക്കാതെയും കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ നിശബ്ദമായി ഇരിക്കുകയും അന്യായമായി തന്നോട് പെരുമാറിയപ്പോൾ അവകാശങ്ങളും പദവികളും എടുത്തു കളഞ്ഞപ്പോൾ കാര്യങ്ങളെ പിതാവിങ്കൽ സമർപ്പിക്കുകയും ചെയ്ത സ്വഭാവമാണ് കുഞ്ഞാടിൻ്റെത്. അതുപോലെ പിതാവിന്റെ സ്വഭാവവും നാം പ്രതിഫലിപ്പിക്കുന്നുവോ? പാപികൾക്കായി സഹിഷ്ണുതയോടെ ഏറെ കാത്തിരിക്കുകയും അനുദപിച്ചു വരുന്ന പിന്മാറ്റക്കാരെ സ്വാഗതം ചെയ്യുകയും ആണ് പിതാവിന്റെ സ്വഭാവം. ലൂക്കോസ് 15:11 മുതൽ 24 വരെ. ചിലർ ചോദിച്ചേക്കാം, ജയാളികളുടെ എണ്ണം ഇത്ര ആണെന്നാണോ താങ്കൾ പറയുന്നത്? പക്ഷേ പ്രകോപനങ്ങളുടെ മുമ്പിൽ നിശബ്ദത പാലിക്കുകയും സമചിത്തത നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന എത്ര പേരെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്? തീർച്ചയായും അവരുടെ എണ്ണം ചുരുക്കമായിരിക്കും. ഭൂമിയിലായിരുന്ന സമയത്ത് പിതാവിന്റെ സ്വഭാവം ആന്തരികമായി സാംശീകരിച്ച ഈ 144,000 പേരുടെ വ്യക്തിത്വത്തിൽ വിളങ്ങിയ ആ പിതാവിന്റെ സ്വഭാവം ഇപ്പോൾ മുഖത്ത് തെളിഞ്ഞു കാണുകയാണ്. നമ്മെക്കുറിച്ച് എല്ലാം ഉള്ള അവിടുത്തെ വാഞ്ച നാം പക്വതയിൽ വളർന്ന് മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ തന്നെ പോലെ ആയി തീരണം എന്നുള്ളതാണ്. ആ ആത്യന്തിക ലക്ഷ്യത്തിലേക്കാണ് അവിടുന്ന് നമ്മെ പരിശീലിപ്പിക്കുന്നത്. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുമ്പോൾ നാം എല്ലാം ശിശുക്കളാണ്. വളരുമെങ്കിൽ നാം ക്രമേണ യുവാക്കന്മാരെ പോലെ ആയിത്തീരും. നാം തുടർന്നും വളർന്നാൽ പിതാക്കന്മാരെ പോലെ ആകും. 1 യോഹന്നാൻ 2:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മറ്റുള്ളവരെ സേവിക്കാനായി തങ്ങളെ തന്നെ നിഷേധിക്കുകയും അവരെ പക്വതയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാർ. കുഞ്ഞാടിന്റെയും പിതാവിന്റെയും സ്വഭാവം പൂർണ്ണമായും നമ്മുടേത് ആകുകയും അത് നമ്മുടെ വ്യക്തിത്വത്തിലൂടെ പ്രതിഫലിക്കുകയും ചെയ്യുക, ഇതായിരിക്കണം നമ്മുടെ വാഞ്ച. നമ്മൾ അങ്ങനെ 14 അധ്യായം വെളിപാട് ആകെപ്പാടെ 22 അധ്യായങ്ങളുണ്ട്. അതിൽ 14 അധ്യായത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചല്ലോ. പിന്നെ അതാ നമ്മൾ കാണുന്നത്. അപ്പം ഈ ഒരു നമുക്കറിയാം, വെളിപാട് പുസ്തകം ക്രൊണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ കാലാനുക്രമമായിട്ട് എഴുതപ്പെട്ട ഒരു കാര്യമല്ല. അത് പല ഗ്ലിംസസ്, പല ഒരു വിഹക വീക്ഷണം, ഒരു ബേർഡ്സ് ഐ വ്യൂ മാതിരി ഒരു ഓവറോൾ പിക്ചർ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് ഡീറ്റെയിൽസ് കൂടുതലായിട്ട് പറയുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വെളിപാട് 7 അധ്യായത്തിൻ്റെ തന്നെ 8 മുതൽ വെളിപാട് 7 അധ്യായത്തിൻ്റെ തന്നെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാണെങ്കിൽ അങ്ങ് 17ാമത്തെ വാക്യത്തിൽ നിത്യത വരെയുള്ള ആ ഒരു അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോൾ 16ാമത്തെ വാക്യമൊക്കെ അത് വെളിപാട് 21-ലും സമാനമായിട്ടുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് എന്നാൽ പിന്നീട് അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ വീണ്ടും അതിൻ്റെ 8ാമത്തെ അധ്യായം മുതൽ വീണ്ടും അതിനിടയിലുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൂടുതലായിട്ട് പറയുന്നു. ഈവൻ 11ാം അധ്യായത്തിലൊക്കെ 3.5 വർഷക്കാലത്തുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽസ് പറയുന്നു. 13ാം അധ്യായത്തിലും 12ാം അധ്യായത്തിൽ പിന്നെ മുമ്പേ മുതലേ ഉള്ള പല കാര്യങ്ങളും ഒക്കെ, അതായത് സാത്താൻ്റെ
സാത്താൻ യേശുവിനെ കൊടുക്കാൻ ശ്രമിച്ച കാര്യങ്ങളും പിന്നീട് സാത്താനെ ഭൂമിയിലേക്ക് തള്ളപ്പെടി ഇനിയിപ്പം ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. 13-ാം അധ്യായത്തിൽ ഈ എതിർക്രിസ്തുവിനെ കുറിച്ചും കള്ളപ്രവാചകനെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പം അതിനുശേഷം ഇവിടെ സിയോൻ മലയിൽ നിൽക്കുന്ന ഒരു കൂട്ടത്തെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു വെളിപാട് 14-ാം അധ്യായത്തിന് ആദ്യത്തെ 5 വാക്യങ്ങൾ എന്നെ ഒരുപാട് വെല്ലുവിളിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. അത് കർത്താവ് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൻ്റെ മിഡിലിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അത് നിത്യതയിൽ ദീസ് ആർ ദ വൺസ് ഹു ഫോളോ ദ ലാം വെയറെവർ ഹി ഗോസ്. ഇവിടെ ഒരു ചെറിയൊരു കൂട്ടത്തെക്കുറിച്ച് 144,000 എന്ന് പറഞ്ഞൊരു 144 അല്ലെങ്കിൽ 1,44,000 എന്ന് പറഞ്ഞാൽ എത്ര ലോക ജനസംഖ്യയോട് കമ്പയർ ചെയ്യുമ്പോഴും ഇത്രയും നൂറ്റാണ്ടുകളോടുള്ള വിശ്വാസികളോട് കമ്പയർ ചെയ്യുമ്പോഴും ആ ഒരു സംഖ്യ ചെറിയൊരു സംഖ്യയാണ്. ഇനിയിപ്പോൾ അത് ആക്ഷരികമായൊരു സംഖ്യയാണെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനൊക്കെ ഇല്ല. എന്ന് വെച്ചാൽ വെളിപാട് പുസ്തകത്തിൽ എല്ലാം പ്രതീകങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഈവൻ വെളിപാട് 1:3 തന്നെ സിഗ്നിഫൈ, വെളിപാട് 1-ന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ ആ ഒരു സിഗ്നിഫൈഡ്, ഹി സെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് എന്നാണ് NASBയിൽ നിന്ന്. KJVയിൽ സിഗ്നിഫൈ എന്നുള്ളൊരു വാക്ക, അത് സയൻസിലൂടെ, അതായത് യോഹന്നാനെ ദാസന്മാരെ കാണിക്കേണ്ടതിന് എന്നുള്ള ഒരു വാക്ക്, അത് സയൻസിലൂടെ സിഗ്നിഫൈ, സെമേനോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം, ടു ഗീവ് എ സൈൻ. അപ്പം അങ്ങനെ പല അടയാളങ്ങൾ നിറഞ്ഞൊരു പുസ്തകം വെളിപാട് പുസ്തകം. അപ്പം 144,000 എന്ന് പറഞ്ഞാൽ അതൊരു ആക്ഷരികമായൊരു സംഖ്യ ആയിരിക്കണം എന്നില്ല, എന്നാൽ അതൊരു കൗണ്ടബിൾ സംഖ്യയാണ്. 1,44,000 എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റുന്ന ഒരു സംഖ്യയാണ്. എന്നാൽ എണ്ണാൻ പറ്റാത്തൊരു പുരുഷാരത്തെക്കുറിച്ച് നമ്മൾ വെളിപാട് 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. വെളിപാട് 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു കൗണ്ട്ലെസ് മൾട്ടിറ്റ്യൂഡ്, എ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് വിച്ച് നോ വൺ കുഡ് കൗണ്ട്. അവിടെ നമ്മളെന്താ വായിക്കുന്നത്, എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം എന്നാണ് വെളിപാട് 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ. അപ്പം അവിടെ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം, രക്ഷിക്കപ്പെട്ടവരെല്ലാം, അത് മാത്രമല്ല അറിയാറാവുന്ന പ്രായത്തിന് മുമ്പേ മരിച്ച സകല ജാതി മതങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളും എല്ലാം, പിന്നെ ഈവൻ അവർ ഗർഭാവസ്ഥയിൽ തന്നെ അബോർട്ടഡായിട്ട്, മനുഷ്യർ ക്രൂരമായിട്ട് അബോർട്ട് ചെയ്തതാവട്ടെ, അല്ലാതെ സ്വയമായിട്ട് മിസ്കാരേജ് ആയിട്ട് അബോർഷനായി പോയ കുഞ്ഞുങ്ങളുടെ എല്ലാ ആത്മാക്കളും എല്ലാം അന്ന് അതെല്ലാം ചേരുന്ന ഒരു വലിയൊരു എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരമാണ് അവിടെ നമ്മൾ വെളിപാട് 7-9 കാണുന്നത്. ഈവൻ ബുദ്ധിയിലുള്ള വൈകല്യങ്ങൾ കാരണം സ്വതന്ത്രമായിട്ടുള്ള ഒരു മോറൽ ചോയ്സ് ഒക്കെ എക്സസൈസ് ചെയ്യാനുള്ള പരിമിതികളുള്ള മനുഷ്യരുമൊക്കെ, അങ്ങനെയൊക്കെയുള്ള ഹാൻഡിക്യാപ്പുള്ള, അങ്ങനെയൊക്കെയുള്ള ബൗദ്ധികമായിട്ടുള്ള ഹാൻഡിക്യാപ്പും അങ്ങനെയൊക്കെയുള്ള ദൈവം ഏറ്റവും ഫെയറാണ്, ദൈവം ഏറ്റവും നീതിമാനാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള അറിഞ്ഞുകൊണ്ട് അവർ പാപം ചെയ്യാത്തവരായിട്ടുള്ളവർ, കുഞ്ഞുങ്ങളാവട്ടെ അല്ലെങ്കിൽ ബുദ്ധിയിലുള്ള വൈകല്യം കാരണം അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുള്ള ആൾക്കാരാവട്ടെ, അവർ മനഃപൂർവ്വമായിട്ടുള്ള ആ ഒരു പാപം ചെയ്യുന്ന തലത്തിലേക്ക് വരാത്തവർ, അവരുടെ കർത്താവിൻ്റെ രക്തമെല്ലാം അവർക്കും ആ ഒരു കർത്താവിൻ്റെ നീതി അവർക്കും കണക്കിടുന്നു എന്നുള്ള കാര്യം നമ്മൾ റോമർ 5-ലും ഒരു വാക്യമൊക്കെ, റോമർ 7-ാം അധ്യായത്തിലും ഒക്കെ ഒരു വാക്യം നമ്മൾ വായിച്ചായിരുന്നു. അതായത് there is no sin when there is no law എന്നുള്ള രീതിയിൽ നമ്മുടെ റോമർ 7-ാം അധ്യായത്തിൽ when the commandment came result ഉണ്ടായി. ഓക്കെ ഞാൻ ആ ഒരു വാക്യം, അതായത് അത് ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണ് പാപം. അപ്പം ന്യായപ്രമാണം അറിയാത്തവരായിട്ടുള്ള ആ ഒരു, അല്ലെങ്കിൽ മനസാക്ഷിയുടെ ന്യായപ്രമാണവും ആ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്തവരായിട്ടുള്ള അങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു അവസ്ഥയൊക്കെ ദൈവം അറിഞ്ഞ് അങ്ങനെയുള്ള അനേകർ എണ്ണിക്കൂടാത്ത ഒരു വലിയൊരു സിൻ ഈസ് നോട്ട്, അത് വെളിപാട് റോമർ 5:13 അതിന് ഉദ്ദേശിച്ച വാക്യം. അതിൻ്റെ ലാറ്റർ പാർട്ടിൽ സിൻ ഈസ് നോട്ട് ഇമ്പ്യൂട്ടഡ് വെൻ ദർ ഇസ് നോ ലോ. ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലുള്ള വെളിപാട് 5:13 ലാറ്റർ പാർട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്, ആ വാക്യം. അപ്പം അങ്ങനെയൊക്കെയുള്ള ദൈവത്തിൻ്റെ വലിയൊരു നീതിയിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരു വലിയൊരു പുരുഷാരം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ വെളിപാട് 7-ാം അധ്യായത്തിൽ കണ്ടു. എന്നാൽ ഇവിടെ എണ്ണ തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ പുരുഷാരത്തെയാണ് നമ്മൾ, ശരിയാണ് 1,44,000 എന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യയായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ എന്നാൽ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളെ, സഹസ്രാബ്ദങ്ങളും നൂറ്റാണ്ടുകളായിട്ടുള്ള ദൈവഭക്തന്മാരുടെ എണ്ണം നോക്കുമ്പോൾ, ജീവിച്ചിരുന്ന മനുഷ്യരുടെ എണ്ണം നോക്കുമ്പോൾ ഇതൊരു കൗണ്ടബിൾ ആയിട്ടുള്ള എണ്ണാൻ പറ്റുന്ന ഒരു സംഖ്യ. അപ്പം അവരാണ് കർത്താവിനോട് ഏറ്റവും ചേർന്നിരിക്കുന്നതായിട്ട് നമ്മൾ
ഇവിടെ ഈ വെളിപാട് പുസ്തകത്തിൽ നമ്മളത് കാണുന്നത്. കർത്താവിനോട് എല്ലാവർക്കും ഒരേപോലെ അല്ല, രക്ഷിക്കപ്പെട്ടവരെല്ലാം സ്വർഗ്ഗത്തിൽ ചെല്ലുന്നവർക്കെല്ലാം കർത്താവിനോട് ഒരേ സാമീപ്യമായിരിക്കും എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളത് എൻ്റെ ഉത്തരം. അവിടെ പലതരത്തിലുള്ള റിവാർഡുകൾ, പ്രതിഫലങ്ങളുള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ജയിക്കുന്നവർക്ക് ഞാൻ ജീവൻ്റെ കിരീടത്തെ നൽകുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ വെളിപാട് 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലൊക്കെ ജയിക്കുന്നവർക്ക്, ജയാളികൾക്ക് ടു ദോസ് ഓവർകം, അങ്ങനെ ജയിച്ച് അവരാ ജഡമാകുന്ന തിരശ്ശീലയും ചീന്തി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നവർ, ആ ക്രൂശിൻ്റെ മാർഗത്തിൽ കർത്താവിനോട് ഏറ്റവും പറ്റിച്ചേർന്ന് ജീവിക്കുന്നവർ, അവരുടെ ജീവിതത്തിൽ അവരങ്ങ് പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളതല്ല, എന്നാൽ അവരാരും സിൻലെസ്ലി പെർഫെക്റ്റ് അല്ലെങ്കിൽ പാപരഹിത പൂർണ്ണത കൈവരിക്കുന്നവരാരും ഇല്ല ഈ ലോകത്ത്. എന്നാൽ അവർക്കുള്ള വെളിച്ചത്തിൽ അവർ എത്ര വീഴ്ചകളോ താഴ്ചകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായാലും അവരുടെ എല്ലാം ഹോൾ ഹാർട്ടഡായിട്ട്, സിൻസിയറായിട്ട്, ഓണസ്റ്റായിട്ട്, ഒരു സത്യസന്ധരായിട്ട് ദൈവത്തിൻ്റെ വചനത്തോട് മുറുകെ പിടിച്ച് കർത്താവിനെ പിൻപറ്റാൻ ആഗ്രഹിച്ച് കർത്താവിനായിട്ട് സമ്പൂർണ്ണമായിട്ടും അവർക്കുള്ള വെളിച്ചത്തിനൊത്തവണ്ണം സമ്പൂർണ്ണമായിട്ടും തങ്ങളെ തന്നെ കർത്താവിന് വിധേയപ്പെടുത്തി കൊടുത്ത ഒരു ചെറിയൊരു കൂട്ടത്തെയാണ് നമ്മൾ ഇവിടെ ഈ 14-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും അങ്ങ് സ്വർഗത്തിലേക്ക് കഷ്ടിച്ച് മുഷ്ടിച്ച് അങ്ങ് പാസ്സായി എന്ന് പറയുന്നതാണ് കയ്യിലപ്പുറത്ത് തേങ്ങ മാതിരി എങ്ങനെയെങ്കിലുമൊക്കെ നിരങ്ങി അങ്ങോട്ടങ്ങ് കയറുക എന്നുള്ളതല്ല, മറിച്ച് ദൈവരാജ്യത്തിലേക്കുള്ള ഒരു സമൃദ്ധമായ പ്രവേശനം എന്നൊക്കെ പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് 2 പത്രോസ് 1-ാം അധ്യായത്തിൽ അങ്ങനെയുള്ളവർക്ക് സമൃദ്ധമായ എൻട്രി. അപ്പോൾ എല്ലാവർക്കും സമൃദ്ധമായ എൻട്രി ഇല്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇപ്പം സ്തെഫാനോസ് സ്വർഗരാജ്യത്തിലേക്ക് വരുമ്പോൾ അവനെ കല്ലെടുത്തെറിയുമ്പം സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ യേശു എഴുന്നേറ്റ് നിന്ന് സ്തെഫാനോസിനെ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായത്തിന് അവസാനം വായിക്കുന്നത്. അപ്പോൾ ഒരു സമൃദ്ധമായ എൻട്രി, അതുപോലുള്ളൊരു എൻട്രൻസ്, അതായത് നമ്മൾ 2 പത്രോസ് 1-ന്റെ 11-ാമത്തെ വാക്യം, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പല പല ഗുണഗണങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ 5 മുതലുള്ള വാക്യങ്ങളിലൊക്കെ വായിച്ച് അങ്ങനെ കുരുടരായി പോകാതെ മുമ്പിലത്തെ പാപം സംബന്ധിച്ച പാപങ്ങളുടെ ശുദ്ധീകരണമൊന്നും മറന്നു പോകാതെ അങ്ങനെയുള്ളവർ അത് കഴിഞ്ഞിട്ട് അവരുടെ 10-ാമത്തെ വാക്യം, അവരുടെ വിളിയും തെരഞ്ഞെടുപ്പൊക്കെ ഉറപ്പാക്കുവാൻ ശ്രമിക്കുന്നവർ, ദൈവം എന്തിനു വേണ്ടി എന്നെ വിളിച്ചത്, ദൈവം എന്തിനു വേണ്ടി എന്നെ തിരഞ്ഞെടുത്തത്, അതിനായിട്ട് ആ വിളിക്കൊത്തവണ്ണം, സ്വർഗീയ വിളിക്കൊത്തവണ്ണം യോഗ്യമായിട്ട് നടക്കാൻ ഉത്സാഹിക്കുന്നവർ, അങ്ങനെ ചെയ്താലും നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ 2 പത്രോസ് 1-ന്റെ 11 നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അവർക്ക് എബണ്ടന്റ് എൻട്രി. ഒരു എൻട്രൻസിന് ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ഒരാൾക്ക് അഡ്മിഷൻ കിട്ടുന്നു, ചിലപ്പോൾ മേ ബി ഒരു 2000 റാങ്ക് കിട്ടുന്ന ഒരാൾക്കും എൻട്രൻസ് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ മറ്റേ അത് കിട്ടുമോ ഇല്ലയോ അവസാനം കഷ്ടിച്ച് കിട്ടി എന്ന് പറയുന്നത് പോലെ ഉള്ളൊരു എൻട്രി. മറ്റേതുണ്ടെങ്കിൽ ഫസ്റ്റ് റാങ്ക് എപ്പം കയറി ചെന്നാലും ഫസ്റ്റ് റാങ്ക് അഡ്മിഷൻ ഉറപ്പ് എന്ന് പറയുന്നത് പോലെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ആ ഒരു എബണ്ടന്റ് എൻട്രി, ധാരാളമായുള്ളൊരു പ്രവേശനം നമുക്ക് ലഭിക്കണം. അങ്ങനെ ധാരാളമായ പ്രവേശനം ലഭിക്കുന്ന ഒരു ചെറിയ കൂട്ടത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വെളിപാട് 14-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അവർ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. അവർ ഭൂമിയിൽ കർത്താവിൻ്റെ കൂടെ നിന്നവരായതുകൊണ്ടാണ് സ്വർഗത്തിലും കർത്താവിൻ്റെ കൂടെ നിത്യതയിലും കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ നമ്മൾ വെളിപാട് 14-ലേക്ക് വരുമ്പോൾ പിന്നെ ഞാൻ സിയോൻ മല എന്ന് പറയുന്നത് അത് സ്വർഗീയ യെരുശലേമിനെ കുറിക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ വചനത്തോട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. സിയോൻ മല, മൗണ്ട് സിയോൻ എന്ന് പറഞ്ഞൊരു അക്ഷരികമായൊരു പർവ്വതം, ഒരു മല, യെരുശലേമിൻ്റെ മതിലുകൾക്ക് അപ്പുറമായിട്ട് ഔട്ട്സൈഡ് ജെറുസലേം ഒരു മലയുണ്ട്, സിയോൻ മല. വചനത്തിൽ ഇസ്രായേലിനെ റെഫർ ചെയ്യാനായിട്ടും സിയോൻ മല എന്നുള്ളൊരു, മൗണ്ട് സിയോൻ എന്നുള്ളൊരു കാര്യമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതായിട്ടുള്ള പ്രയോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അക്ഷരികമായിട്ട് അങ്ങനെ ഒരു മല അവിടെ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ യെരുശലേം physically a city physically located on the top of a hill outside Jerusalem's wall, associated with the temple of the mount, also western hill എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു യെരുശലേമിൻ്റെ മതിലുകൾക്ക് ഔട്ട്സൈഡായിട്ട് പുറത്തുള്ള ഒരു മലമേലിരിക്കുന്ന ഒരു സിറ്റി ആയിട്ട് ഈ മൗണ്ട് സിയോൻ ഒരു ലിറ്ററലായിട്ടുള്ളൊരു കാര്യം ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആത്മീയ അർത്ഥത്തിലാണ് ഇവിടെ ഈ സിയോൻ മല നമ്മളുടെ പല പാട്ടുകളിലൊക്കെ സിയോൻ മല എന്നുള്ളൊരു കാര്യം നമ്മൾ കാണുന്നത്. അപ്പം അത് സ്വർഗീയ യെരുശലേമിനെ കുറിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ ഈ അതിപൂജ്യം പുസ്തകത്തിന് തന്നെ 2-ാമത്തെ വാക്യത്തിൻ്റെ ആ എക്സ്പ്ലനേഷൻ വായിക്കുമ്പോൾ അതിനകത്ത് ബ്രദർ ആ വേർഡ്സ് റെഫർ ചെയ്യുന്നുണ്ട്. ഈ വെളിപാട് 3-ന്റെ 12 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വെളിപാട് 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഫിലാദൽഫിയ സഭ, ഫിലാദൽഫിയയും സ്മരണയായിരുന്നു ഏറ്റവും നല്ല സഭകളായിട്ട് 7 സഭകളിൽ
കർത്താവിനൊന്നും കുറവ് ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാതിരുന്നത് ഫിലാദൽഫിയ സ്മരണ സഭകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആ ഫിലാദൽഫിയ സഭയോട് വെളിപാട് 3:12 പറയുമ്പോൾ, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോവുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും, അതായത് പിതാവിൻ്റെ നാമം, പിന്നെ എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും, അതായത് പുതിയ യെരൂശലേം, സ്വർഗീയ യെരൂശലേം ആകുന്ന ആ സഭയുടെ ഒരു നാമം, അതാണ് നമ്മൾ കാണുന്നത്. പിന്നെ എൻ്റെ പുതിയ നാമം, അവിടെ ശരിക്കും പിതാവിൻ്റെ നാമം, പുത്രൻ്റെ നാമം, സ്വർഗീയ യെരൂശലേമിന്റെ നാമം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് സഭയിലൂടെ വ്യാപരിക്കുന്നത്. അപ്പം അവിടെ ഒരു തൃത്വത്തെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ നഗരത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. അതേ കാര്യം തന്നെ നമ്മളിവിടെ വചനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആവുമെന്ന് പറഞ്ഞതുപോലെ ഈ 14 അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ ഈ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും, അപ്പം നെറ്റിയിൽ അവൻ്റെ നാമം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ നാമം, പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ സിയോൻ മലമേലാണ് അപ്പോൾ സ്വർഗീയ യെരൂശലേം, പിന്നെ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമം. അതേ കാര്യം തന്നെയാണ് നമ്മൾ വെളിപാട് 3:12 സ്വർഗീയ യെരൂശലേമിൻ്റെ നാമമെന്നും പിതാവിൻ്റെയും പുത്രൻ്റെയും നാമം എന്നുള്ളൊരു കാര്യം കണ്ടത്. അപ്പം സിയോൻ മല അത് സ്വർഗീയ യെരൂശലേമിനെ കുറിക്കുന്ന ആ ഒരു സ്വർഗീയ സഭ, കാന്തയാകുന്ന സഭയെ കുറിക്കുന്ന ഒരു കാര്യമാണ് നമ്മളോട് വായിക്കുന്നത്. സിയോൻ മലയിൽ കുഞ്ഞാടിൻ്റെ കൂടെ എലോങ് വിത്ത് ദ ലാമ്പ് അവരെ ദൂരെ മാറി പത്രോസ് ഒരിക്കൽ കർത്താവിനെ ഒരു ദൂരം വിട്ട് പിൻഗമിക്കാൻ നോക്കി പത്രോസ് 3 തവണ തള്ളി പറഞ്ഞതായിട്ടൊക്കെ നമ്മൾ മത്തായി 27 അധ്യായത്തിലൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, മത്തായി 26 അധ്യായത്തിലൊക്കെ. അപ്പോൾ എന്നാൽ പത്രോസ് വീണ്ടും അത് മാനസാന്തരപ്പെട്ട് അതിദുഃഖത്തോടെ കരഞ്ഞ പത്രോസ് വീണ്ടും കർത്താവിനെ അതുപോലെ ഏറ്റവും ക്ലോസ് ആയിട്ട് പിൻപറ്റി എന്ന് പറഞ്ഞതുപോലെ ഇവരും കർത്താവിനെ ദൂരം വിട്ട് പിൻചെയ്യുന്നവരല്ല, കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരാ. അപ്പം നിത്യതയിൽ അവര് നമ്മളിപ്പോൾ ഈ 4-ാമത്തെ വാക്യത്തിൽ വെളിപാട് 14:4 കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. ഫോളോഡ് ദ ലാമ്പ് എന്നല്ല, പാസ്റ്ററല്ല പറഞ്ഞേക്കുന്നത്, ഫോളോ ദ ലാമ്പ് എന്ന് വെച്ചാൽ നിത്യതയിലും യേശു എവിടെയൊക്കെ പോകുന്നു, യേശു അവിടെ സ്വർഗത്തിൽ എവിടെയൊക്കെ പോകുന്നു, അവിടെ യേശുവിൻ്റെ കൂടെ പോകാനുള്ള അനുവാദം ആർക്കാ ഉള്ളതെന്ന് വെച്ചാൽ ഈ 144,000 പേർക്കാ ഉള്ളത്, ഈ ഒരു ചെറിയൊരു കൂട്ടത്തിന്. ബാക്കിയുള്ളവർക്കെല്ലാം അവിടെ ഒരു സ്വർഗത്തിൽ തന്നെ ഉണ്ട്. അവരും 60 മേനി ഫലം കാഴ്ചവരും, 30 മേനി ഫലം കാഴ്ചവരും എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ കർത്താവ് വിതയ്ക്കുന്ന രൂപമേൽ. അപ്പം അവരും സ്വർഗത്തിൽ തന്നെ ഉണ്ട്. എന്നാൽ അവർക്ക് ഈ 144 ഈ ഒരു 100 മേനി ഫലം കാഴ്ചവരുടെ എന്ന വണ്ണമുള്ള അതുപോലുള്ളൊരു കർത്താവിനുള്ളൊരു ആക്സസ്, ഒരു നിയർനെസ്, ഒരു സാമീപ്യം, കർത്താവിൻ്റെ കാന്തയായിട്ട് കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നവരാരാ? ജയിക്കുന്നവനെ എൻ്റെ കൂടെ ഇരിക്കുവാൻ ഞാൻ വരം നൽകുന്നതാണ് വെളിപാട് 3:21 നമ്മൾ വായിക്കുന്നത്. അപ്പം മണവാളിയുടെ കൂടെ ആരാ ഇരിക്കുന്നത്? ഇപ്പം കല്യാണത്തിന് ബ്രൈഡ് ഗ്രൂമിൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ പിടിച്ചിരുത്തത്തില്ല, ബ്രൈഡിനെ ഇരുത്തുന്നത് എന്ന് പറയുന്നത് പോലെ അവിടെ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വിളിക്കപ്പെട്ടവർ അനേകരുണ്ട്. അവരെല്ലാം ഭാഗ്യവാന്മാർ, അവർ നരകത്തിൽ പോയില്ല, ഭാഗ്യവാന്മാരാണ്. നല്ല കാര്യം തന്നെ, നമ്മളത് വെളിപാട് 19 വായിക്കുന്നുണ്ട്. എന്നാൽ അവിടെ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് കാന്തയായിട്ട് കൂടെ ഇരിക്കാൻ കർത്താവ് നമ്മളെക്കുറിച്ച്, അത് എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് കൂടുതൽ ലഭിക്കുന്നതിനോട് കൂടുതൽ ചോദിക്കും. നമ്മൾ ഒരുപക്ഷെ നമ്മൾ അത്രയും കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാ എന്ന് അവർക്കുള്ള വെളിച്ചത്തിൽ അവർ പരിപൂർണമായിട്ടും ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ ദൈവം അവർക്ക് അക്കോർഡിംഗ് ടു ദ ഫെയ്ത്ത്ഫുൾനെസ്, അവർക്ക് ഉള്ള വെളിച്ചത്തിനോട് എത്തോളം വിശ്വസ്തതയ്ക്ക് അനുസരിച്ചായിരിക്കും കർത്താവ് മാർക്കിടുന്നതെന്ന് പറയാമെന്ന് വെച്ചാൽ നമുക്ക് ദൈവം കൂടുതലായിട്ടുള്ള അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ തരുമ്പോൾ നമ്മളത് എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് തന്നെ ഇതുപോലെയുള്ള ഓൺലൈൻ മീറ്റിങ്സോ അതുപോലെയുള്ള നമ്മുടെ ബുക്സ്, റിസോഴ്സസ്, അതൊക്കെ നമ്മൾ എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ആ സമയം തന്നെ പിശാച് നമ്മളോട് പറയും വേറെ പല കാര്യങ്ങളും ചെയ്യാൻ. നമുക്ക് അയൽവക്കത്തെ വീട്ടിൽ പോകാൻ തോന്നും, അനിയൻ്റെ വീട്ടിൽ പോകാൻ തോന്നും, അങ്കിളിൻ്റെ വീട്ടിൽ പോകാൻ തോന്നും, ട്യൂഷനോ അല്ലെങ്കിൽ വേറെ പല പല പ്രയോറിറ്റീസ് ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്യാനാണ് പിശാച് നോക്കുന്നതെന്ന്. സർപ്പം ഹവയെ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ ക്രിസ്തുവിനോട് നിർമ്മലതയും ഭക്തിയൊന്നും നിർമ്മലതയും നിഷ്കളങ്കതയൊന്നും വിട്ട് വഷളായി പോകാതെ ക്രിസ്തു ഏകപുരുഷനെ നിർമ്മല കന്യകയായിട്ട് വിവാഹ വാഗ്ദത്തം ചെയ്തവളെന്ന വണ്ണം കർത്താവിനോടുള്ള ഒരു ഭക്തിയിൽ നിലനിൽക്കാനാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം അതാ നമ്മൾ ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്നത്. അപ്പം നെറ്റിയിൽ എന്നുള്ളതിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് ഇപ്പം നമ്മൾ അന്തിമോചന പുസ്തകത്തിൽ നിന്ന് വളരെ വിശദമായിട്ട് വായിച്ചു കേട്ടു. അതായത് നെറ്റിയിൽ, ഇപ്പം നമ്മൾ നെറ്റിയിൽ എന്തെങ്കിലും എഴുതി വെച്ചേക്കാണെങ്കിൽ എല്ലാവർക്കും കാണാനൊക്കെ. എന്നാൽ വലങ്കയിലാണെങ്കിൽ ഹിഡനായിട്ടുള്ളതാണെങ്കിൽ കാണാനൊക്കത്തില്ല. നമ്മൾ ഇതിൻ്റെ നേരെ കോൺട്രാസ്റ്റ് നമ്മൾ തൊട്ട് മുമ്പേ ഇത് ക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ
എവിടൊക്കെ അവർക്ക് മുദ്ര ഏൽക്കാമെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് എന്താ നമ്മൾ വായിച്ചേ? നെറ്റിയിൽ വേണമെങ്കിൽ മുദ്ര ഏൽക്കാം, വേണമെങ്കിൽ വലം കയ്യിൽ വേണമെങ്കിലും മുദ്ര ഏൽക്കാം. അതാ 16 വെളിപാട് 13:16 2-3 വാക്യം മുമ്പ് നമ്മളത് വായിച്ചതേ ഉള്ളൂ. അപ്പം ഒരു സീക്രട്ട് ഫോളോവർ ആയിട്ടിരിക്കാം, പബ്ലിക് ഫോളോവർ ആയിട്ടിരിക്കാം. പ്രൈവറ്റ് ഫോളോവേഴ്സ്, പബ്ലിക് ഫോളോവേഴ്സ്, അത് ഇത് ക്രിസ്തുവിൻ്റെ ഓപ്ഷൻസാണ്. എന്നാൽ കർത്താവ് പറയുന്ന ഓപ്ഷൻ എന്താ? ഒരു ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ നീ പബ്ലിക് ഫോളോവർ ആകുക, അല്ലെങ്കിൽ നീ ഫോളോവറേ അല്ല. അങ്ങനെ ഒരു ഹിഡൻ ബിലീവർ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം കർത്താവ് ആ ഒരു കാര്യം പറയുന്നില്ല. അപ്പം നമ്മൾ കർത്താവിൻ്റെ നാമത്തെ പ്രതി ലജ്ജിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, നമ്മളുടെ ക്യാമ്പസിൽ, നമ്മളുടെ കോളേജിൽ, നമ്മളുടെ ജോലി സ്ഥലത്ത്, നമ്മളുടെ അയൽവക്കത്ത് അവിശ്വാസികളായിട്ടുള്ള ബന്ധുമിത്രാദികളുടെ ഇടയിലൊക്കെ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ചും സഭയെക്കുറിച്ചും ഒക്കെ നമുക്കൊരു ലജ്ജയുണ്ടോ? അതോ നമുക്കൊരു അഭിമാനമാണോ? അവർ ചിലപ്പോൾ നമ്മളെ കളിയാക്കുമായിരിക്കും, നമ്മളെ പല ഇരട്ട പേരിട്ട് വിളിക്കുമായിരിക്കും. എന്നാൽ കർത്താവ് അവർക്ക് അറിയത്തില്ലല്ലോ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്നുള്ളൊരു കാര്യം. അതുപോലൊരു നമുക്കൊരു അഭിമാനമാണോ നമുക്ക് കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ സഭയെക്കുറിച്ചും കർത്താവിൻ്റെ മക്കളെക്കുറിച്ചും ഒക്കെ ഉള്ളത്? അതോ നമുക്കൊരു അയ്യോ ആരെങ്കിലും അറിഞ്ഞാലോ എന്നുള്ളൊരു പമ്മി നടക്കുന്നവണൊക്കെയുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ ഇപ്പം ആ അന്തിമോചന പുസ്തകത്തിൽ നമ്മൾ ആ വാക്യത്തിൻ്റെ റെഫറൻസസ് നമുക്ക് എടുത്ത് നോക്കാം. മത്തായി 10-ാം 32-33 വാക്യങ്ങൾ ഇപ്പം നമ്മൾ വായിച്ചു കേട്ടു. മത്തായി 10-ാം നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ എന്താ കർത്താവ് പറയുന്നത്? കർത്താവ് വളരെ വ്യക്തമായിട്ട് മത്തായി 10-ാം 32 വാക്യത്തിൽ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിലും ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പാകെ ഏറ്റുപറയാൻ ശരിയാ നമ്മുടെ ജഡത്തിൽ ഒരു ലജ്ജ കാണും. എന്നാൽ നമ്മൾ ആ ജഡത്തെ മരിപ്പിക്കും തോറും ശരിയാണ്, വിശ്വാസത്തിലേക്ക് ആദ്യം വരുന്ന സമയത്തൊക്കെ അവരൊക്കെ ബാക്കിയുള്ളവർ അറിഞ്ഞാൽ ഇവരറിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള ഒരു അമ്പരപ്പൊക്കെ ആദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ ആത്മീയ ശിശുക്കളായിരിക്കുമ്പോൾ ഉണ്ടാകാം. ആദ്യമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഇപ്പം സഹോദരിമാരാണെങ്കിൽ അവർ ഓർണമെൻറ്റ്സ് മാറ്റുകയൊക്കെ ചെയ്ത് ബാക്കിയുള്ളവർ എന്ത് പറയും, അവരോട് ഉത്തരം പറയും, അങ്ങനെയൊക്കെയുള്ള. എന്നാൽ കുറച്ച് കഴിയുമ്പം അതൊക്കെ എത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കർത്താവിൻ്റെ വചനം അനുസരിക്കാൻ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് എടുക്കുന്നു. ഞാൻ മുഴുകൽ ജ്ഞാനസ്നാനം, ഇമോഷൻ ബാപ്റ്റിസം, മുഴുകൽ സ്നാനം എടുക്കുന്നു. കർത്താവിൻ്റെ വചനം അനുസരിക്കാനായിട്ട് ഞാൻ ചില ഡെഡ് ഡിനോമിനേഷൻസ്, ചില ചത്ത സഭകൾ, കർത്താവിൻ്റെ വചനത്തിന് ഒരു പ്രാമുഖ്യമില്ലാത്ത തരത്തിലുള്ള അങ്ങനെയുള്ള കൂട്ടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനത്തിനായിട്ടൊരു സ്റ്റാൻഡ് എടുക്കുന്നു. അപ്പോൾ അവരെന്ത് പറയും, ഇവരെന്ത് പറയൂ, എന്നെ ഇവിടെ കുഴിച്ചിടും എന്നുള്ള ഒരു കാര്യത്തിലല്ല, മറിച്ച് മനുഷ്യരുടെ മുമ്പാകെ ഏറ്റുപറയാൻ ഈ കർത്താവിൻ്റെ വചനത്തിനായിട്ടൊരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് ലജ്ജയില്ലാത്തവർ. അത് നമ്മൾ മത്തായി 10-ാം 32 വാക്യത്തിൽ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ നമ്മൾ വാക്കും ഭാഷണം കൂടാതെ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മൾ വചനമൊക്കെ അങ്ങനെ പറയും. നമുക്കിപ്പം ഇവിടെ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ സൗകര്യപൂർവ്വം നമുക്ക് കുറച്ച് വചനമൊക്കെ കണ്ടിൽ നിന്ന് അടിക്കണം, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം എന്ന് പറയുന്നതാണെങ്കിൽ നമ്മൾ കർത്താവിനെ തള്ളിപ്പറയുക. എൻ്റെ പിതാവിന് മുമ്പാകെ ഞാനും തള്ളിപ്പറയുന്നുള്ള കാര്യം അവിടെ മത്തായി 10-ന്റെ 33 ഇതേ കാര്യം തന്നെ നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മർക്കോസ് 8-ാം അധ്യായത്തിൻ്റെ 38 ഇതേ കാര്യം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. മർക്കോസ് 8-ന്റെ 38 അവസാനത്തെ വാക്യം, വ്യഭിചാരവും പാപവും ഉള്ള ഈ തലമുറയിൽ, അത് അവിടെ 1-ാം നൂറ്റാണ്ടിൽ വ്യഭിചാരവും പാപവും തലമുറയാണെങ്കിൽ ഇവിടെ 21-ാം നൂറ്റാണ്ടിൽ എന്തോ ഉള്ളതെന്നുള്ള കാര്യം നമ്മൾ പിന്നെ പറയേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ ആത്മീയമായിട്ടുള്ള വ്യഭിചാരം, ആക്ഷരികമായിട്ടുള്ള വ്യഭിചാരവും എല്ലാം ഉള്ള, പാപവും ഉള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും, കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച്, കർത്താവിൻ്റെ വചനത്തിൻ്റെ സ്റ്റാൻഡേർഡ്, കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. നമ്മുടെ സഭയുടെ പാരമ്പര്യം പല കാര്യങ്ങളായിരിക്കും പറയുന്നത്. എന്നാൽ കർത്താവിൻ്റെ ആ വചനത്തിനായിട്ട് ഞാനൊരു നിലപാടെടുക്കാൻ ബാക്കിയുള്ളവർ എന്ത് പറയും, അവരെന്ത് പറയും എന്നുള്ളതാണോ, അതോ മറിച്ച് ആ പിറവിക്കുരുടനെ പോലെ അവരെന്ത് പറഞ്ഞാലും ഇവരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, എന്നെ സൗഖ്യമാക്കിയവനെ അവനെ ഞാൻ തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞാൽ പിറവിക്കുരുടൻ യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ, എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിലും പ്രതിഫലം കൊടുക്കുന്ന കാര്യം ഇപ്പം നമ്മൾ ആ വെളിപാട് 11-ാം അധ്യായം, വെളിപാട് 11-ന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ പ്രതിഫലം കൊടുക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുന്നത്, വെളിപാട് 11-ന്റെ 18 അപ്പം അവിടെ നമ്മൾ ഇന്ന് കർത്താവിനെ പ്രതി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പാകെ നാണിക്കുന്നവരാണെങ്കിൽ, അന്ന് കർത്താവും പ്രതിഫലം കൊടുക്കുന്ന ആൾ വരുമ്പോൾ നീ ശരിയാണ്, നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നാൽ എൻ്റെ വചനത്തെ പ്രതി നീ ഇന്ന അവസരങ്ങളിലൊക്കെ നാണിച്ചല്ലോ,
നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ നമ്മളിപ്പം തന്നെ അത് മാനസാന്തരപ്പെട്ട്, നമ്മൾ ആരും കുറ്റം വിധിക്കാനല്ല, മറിച്ച് അതിനെക്കുറിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവേ അവിടുത്തെ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുകയില്ല. അതാ പൗലോസ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ആ വാക്യം അറിയാമായിരിക്കും അല്ലേ? റോമർ 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിന്റെ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. നിങ്ങളിത് ഇത് കൈകൊട്ടുകാർ വന്നു, ഹല്ലേലൂയക്കാര് നിങ്ങൾ ഇതാണ് അതാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ സുവിശേഷത്തെക്കുറിച്ച് നിങ്ങൾ വലിയ സുവിശേഷത്തിന് ആൾക്കാരല്ലേ, നിങ്ങൾ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവർ നമ്മളെ കളിയാക്കുകയും ഭത്സിക്കുകയും ഒക്കെ ചെയ്യും. എന്താ റോമർ 1:16 നമ്മൾ വായിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. അത് എന്തുകൊണ്ടാണ്? അത് വിശ്വസിക്കുന്ന ഏവനും, ഈ സുവിശേഷത്തെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഏവനും, ആദ്യം യഹൂദനാണ് ആ പ്രിവിലേജ് കിട്ടിയ. ആദ്യം കർത്താവിൻ്റെ ശിഷ്യന്മാർ തന്നെയും യഹൂദന്മാരായിരുന്നു, അപ്പോസ്തലന്മാരെല്ലാം യഹൂദന്മാരായിരുന്നു. അതിനുശേഷമാണ് സമരിയയിലേക്കും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം, കൊർന്നേല്യോസിന്റെ ഭവനം മുതൽ ഭൂമിയുടെ അറ്റത്തോളം, അപ്പോസ്തലർ 8 സമരിയയിലോട്ട് ചെല്ലുന്ന സുവിശേഷം, പിന്നെ 10-ാം അധ്യായം മുതൽ കൊർന്നേല്യോസിന്റെ ഭവനത്തിൽ നിന്ന് ഭൂമിയുടെ അറ്റത്തോളം അത് ജാതികളിലേക്കെല്ലാം ചെല്ലുന്നു. അങ്ങനെ ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി. യവനെന്ന് പറയുമ്പോൾ യഹൂദനല്ലാത്തവനും അത് രക്ഷയ്ക്കായി ദൈവത്തിന് ശക്തിയാകുന്നുവല്ലോ. ആ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇറ്റ് ഇസ് എ പവർ ഓഫ് ഗോഡ് ഫോർ സാൽവേഷൻ. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അതൊരു വെറും ഒരു മെസ്സേജ്, എന്തോ ഒരു സന്ദേശം എന്നുള്ളതല്ല, അതൊരു ശക്തിയുള്ള സന്ദേശമാണ്. അത് ഇറ്റ്സ് ഗോഡ്സ് പവർ, നമ്മളെ രക്ഷിക്കുന്ന ആ ഒരു ശക്തിയുള്ള സുവിശേഷം. അതിനെക്കുറിച്ച് നമ്മളൊരു ഒരിക്കലും ലജ്ജിക്കുവാൻ, നിങ്ങൾ യേശു മാത്രമേ ദൈവമുള്ളെന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങളെന്താ അങ്ങനെ, നിങ്ങൾ ഭയങ്കര നാരോ മൈൻഡഡാണ്, നിങ്ങളെന്താ മത തീവ്രവാദികളാണ്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളൊക്കെ തട്ടിക്കറിയോ പറയുകയൊക്കെ ചെയ്തേക്കാം. നിങ്ങൾ ബാക്കിയൊന്നും വായിച്ചിട്ടില്ല, നിങ്ങൾ ഈ കിണറ്റിലെ തവളകളെ പോലെ കൂപം മണ്ടൂകം എന്ന് വെച്ചാൽ കിണറ്റിലെ തവളകളെ പോലെ ഒന്നും അറിയാതെ ബാക്കിയെല്ലാം വലിയ വലിയ ജ്ഞാനവും വലിയ വലിയ കാര്യങ്ങളും ഒക്കെ വലിയ വലിയ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഈ ബൈബിളും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ നമ്മളെ നിന്ദിക്കുമായിരിക്കും, പരിഹസിക്കുമായിരിക്കും. പക്ഷെ നമ്മളപ്പം തുള്ളിച്ചാടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ മുമ്പിൽ തുള്ളിച്ചാടി ചിലപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റ് അടുത്ത് പോകണമെന്ന് പറയും. പക്ഷേ എങ്കിലും നമ്മൾ വീട്ടിൽ ചെന്നെങ്കിലും റൂം അടച്ചിട്ടെങ്കിലും തുള്ളിച്ചാടണമെന്ന കർത്താവ് ഇവിടെ പറയുന്നത്. മത്തായി 6-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ അതല്ലേ നമ്മൾ വായിക്കുന്നത്. അവിടെ ഹൈ ജമ്പിങ് വേഴ്സ്, ഹൈ ജമ്പ്. ഇന്ന് പലരും സഭയിൽ ആരാധന എന്ന് പറയുന്നത് തുള്ളിച്ചാടുന്നവരുണ്ട്. എന്നാൽ മറ്റേ എനിക്കൊന്നും ലൂക്കോസ് സാറിൻ്റെ ആണെന്ന് തോന്നുന്നു. ലൂക്കോസ് 6:24 തോന്നുന്നു. അവിടെ ഒരു ജംപ് ഫോർ ജോയ് എന്ന് പറയുന്നൊരു വാക്യം. അത് ലൂക്കോസ് നോക്കട്ടെ, അത് തന്നെ ലൂക്കോസ് 6:23. ലൂക്കോസ് 6:23 ലീപ് ഫോർ ജോയ് എന്ന് പറയുന്നത്. ലൂക്കോസ് 6:23 ആ നാളുകളിൽ സന്തോഷിച്ച് തുള്ളുവിൻ. അവിടെ ഇപ്പം പലരും ഇന്ന് ആരാധന എന്ന് പറഞ്ഞ് തുള്ളുന്നുണ്ട്. പക്ഷേ യഥാർത്ഥമുള്ള ആരാധന തുള്ളലോ ചാട്ടമൊന്നും അല്ലെന്ന് നമുക്കറിയാം. അത് ജീവനുള്ള യാഗമായിട്ട് നമ്മൾ തന്നെ സമർപ്പിക്കുന്നത്. എന്നാൽ കർത്താവ് തുള്ളാൻ പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 22-ാമത്തെ വാക്യത്തിൽ, മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യൻ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി പള്ളിയിൽ നിന്നൊക്കെ പുറത്താക്കി നിന്ദിച്ച് നിങ്ങളുടെ പേര് വിടക്കുന്നതിൻ്റെ ആ കേമന്മാരുടെ ലിസ്റ്റിൽ എൻ്റെ പേര് വേണ്ടെന്നൊക്കെ നമ്മളിന്ന് പാടിയത് പോലെ, ഇനിമേൽ എനിക്കില്ലോർ ഭയം, വലിയ ലോകത്തിൻ്റെ വലിയ കേമന്മാരുടെ ലിസ്റ്റിലെ പേരൊന്നും എനിക്ക് വേണ്ട, നിങ്ങളുടെ പേര് വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, ആ നാളുകളിൽ സന്തോഷിച്ച് തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. പ്രവാചകന്മാരോട് ചെയ്തതുപോലെ എന്നോട് ചെയ്യുന്നേ, അപ്പം ഞാൻ അത്ര വലിയ ഭാഗ്യവാനാണ് എന്നുള്ളൊരു വലിയൊരു സന്തോഷത്തിൽ അത് നമ്മളിനിപ്പം ആക്ഷരികമായിട്ട് തുള്ളിയില്ലെങ്കിലും ഉള്ളത്തിൽ ആത്മീയ മനുഷ്യൻ സന്തോഷം കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൊരു തുള്ളലുണ്ടാകും. അപ്പം ആ ഒരു കാര്യം നമ്മൾ ലൂക്കോസ് 6:23 നമ്മൾ വായിച്ച് നമ്മൾ തിരിച്ച് നമുക്ക് വെളിപാട് പുസ്തകത്തിലേക്ക് തന്നെ വരാം. പിന്നെ അപ്പം നമ്മൾ കണ്ടു ഇപ്പം അക്രൈസ്തവരായിട്ടുള്ളവർ നെറ്റിയിൽ കുറിയിടാനോ അല്ലെങ്കിൽ അതുപോലുള്ള നിസ്കാരത്തിന് തഴമ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അക്രൈസ്തവരായിട്ടുള്ളവർക്കൊരു ലജ്ജയില്ലെങ്കിൽ ക്രൈസ്തവരായിട്ടുള്ള നമുക്ക് കർത്താവിൻ്റെ മക്കളെന്ന് നമ്മളെന്തോ നെറ്റിയിൽ വേറെ എന്തെങ്കിലും അടയാളം വെക്കണമെന്നല്ല, ഇന്ന് നെറ്റിയിൽ അവരുടെ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമം എന്ന് പറയുമ്പം ആ നാമം ദൈവത്തിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ അത് നേച്ചർ, സ്വഭാവത്തെ കുറിക്കുന്നൊരു കാര്യമാണെന്ന് നമ്മളിപ്പം അധ്യാത്മ പുസ്തകത്തിൽ നമ്മളിപ്പം വായിച്ചല്ലോ. അപ്പോൾ ആ ദൈവത്തിൻ്റെ പിതാവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? പാപികളോടുള്ള മാനസാന്തരപ്പെടുന്ന പാപികളോടുള്ള ആ മുടിയനായ പുത്രൻ്റെ ഉപമയിലെ പിതാവിൻ്റെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ യേശു ശിഷ്യന്മാരുടെ കാല് കഴിയുന്ന കർത്താവ്, എന്നാൽ ചാട്ടവാർ എടുക്കേണ്ട സമയത്ത് ചാട്ടവാർ എടുക്കുന്ന യേശു, ശാസിക്കേണ്ട സമയത്ത് ശാസിക്കുന്ന യേശു, എന്നാൽ മറ്റു മനുഷ്യരുടെ അഭിപ്രായമോ അതൊന്നും നോക്കാതെ അതുപോലെ കാരുണ്യത്തോടെ
കുഷ്ഠരോഗികളെയും തൊട്ട് സുഖമാക്കുന്ന ഒരു കർത്താവ്. അങ്ങനെ ആ ഒരു കൃപയും സത്യം നിറഞ്ഞ ആ ഒരു പിതാവിൻ്റെയും പിതാവിൻ്റെ സ്വഭാവം തന്നെ യേശുവിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എന്നെ കണ്ടവർ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യോഹന്നാൻ 14:9 വാക്യത്തിൽ കർത്താവ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ദൈവത്തിൻ്റെ സ്വഭാവം റിഫ്ലക്റ്റ് ചെയ്യുന്നവരായിട്ട് നമ്മളെ കാണുന്നവരൊക്കെ നമ്മുടെ നെറ്റിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണുമെന്ന് പറയുന്നത് പോലെ നമ്മൾ കാണുന്നവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും നാമം അവിടെ എഴുതിയിരിക്കുന്നത് കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും സ്വഭാവം പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിൻ്റെ തന്നെ അവസാനത്തെ അധ്യായത്തിലെ ഒരു വാക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ വെളിപാട് 22-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും കൂടി ചേർത്ത് വായിക്കുമ്പോൾ യാതൊരു ശാപവും ഇനി ഉണ്ടാവുകയില്ല. അവിടെ നിത്യതയിലുള്ള കാര്യം, പുതിയ ആകാശം പുതിയ ഭൂമി, അവിടെ നിത്യതയിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും, അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും, ഹിസ് ബോൺ സെർവൻസ് വിൽ സെർവ് ഹിം, അവനെ ആരാധിച്ച് ശുശ്രൂഷിക്കും. ലാട്രിയോ എന്ന് പറഞ്ഞൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആരാധിച്ച് ശുശ്രൂഷിക്കും. അത് കഴിഞ്ഞിട്ട് പറയുക, അവനെ ആരാധിച്ച് ശുശ്രൂഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരെ ദൈവത്തെ തന്നെ നോക്കിക്കൊണ്ട്, പിതാവിനെയും പുത്രനെയും നോക്കിക്കൊണ്ട് ആരാധിച്ച് ശുശ്രൂഷിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അതേ കാര്യം തന്നെ അവരുടെയും നെറ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ ചില ഇപ്പം സൂര്യൻ്റെ പ്രകാശം ചന്ദ്രൻ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ ദൈവത്തെ ആത്മാവിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നവരാണെങ്കിൽ ആ തേജസ്, ആ ഒരു സന്തോഷവും ആ ഒരു സമാധാനവും ആ ഒരു ശാന്തതയൊക്കെ നമ്മളുടെ കണ്ണുകളിലും നമ്മളുടെ ഭാവത്തിലും നമ്മുടെ മുഖഭാവത്തിലും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് നമ്മൾ വായിക്കുന്നത്. വെളിപാട് 22:3 അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവൻ്റെ മുഖം കാണും, അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. അവർ അവൻ്റെ മുഖം കാണും, they will see his face and his name will be on their foreheads. അപ്പം അവിടെ അപ്പോഴായിട്ട് മാത്രം എഴുതി വെക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് അവരുടെ ഭൗമികമായിട്ടുള്ള ജീവിതത്തിലും അവർ ഈ യേശുവിനെ കണ്ട് ആരാധിച്ചുകൊണ്ടേ ഇരുന്നത് കൊണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് പറഞ്ഞാൽ നമ്മൾ അക്ഷരികമായിട്ട് എന്തോ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതല്ല, ആത്മാവിൻ്റെ കണ്ണുകളിൽ കർത്താവിൻ്റെ ആ ഒരു തേജസ്, കർത്താവിൻ്റെ ആ ഒരു താഴ്മയും, കർത്താവിൻ്റെ ആ ഒരു കാർക്കശ്യവും, കർത്താവിൻ്റെ ആ കരുണയും, കർത്താവിൻ്റെ ആ തീക്ഷ്ണതയൊക്കെ നമ്മൾ കാണുമ്പോൾ അതും നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യും. നമ്മളുടെ സ്വഭാവത്തിലും നമ്മളും കർത്താവിനെ പോലെ സംസാരിക്കാനും, കർത്താവിനെ പോലെ ചിന്തിക്കാനും, കർത്താവിനെ പോലെ പെരുമാറാനും ഒക്കെ നമ്മളും തുടങ്ങും. അതാ അവരുടെ പേര് നെറ്റിയിലായിരിക്കും എന്നുള്ളൊരു കാര്യം. അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പേര് ഇവരുടെ ഈ 144 പേരുടെ നെറ്റി എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സ്വഭാവത്തെക്കുറിച്ചുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ഈ മുദ്ര അവിടെ നമ്മളതിന് തൊട്ട് മുമ്പ് മുദ്ര ഏൽക്കുന്നവരെ കുറിച്ച് കണ്ടു. ഇത് ക്രിസ്തുവിന് മുദ്ര ഏൽക്കുന്നതിനെ കുറിച്ച്. ആ ക്രിസ്തുവിൻ്റെ മുദ്ര ഏൽക്കാത്ത ഒരു കൂട്ടത്തെക്കുറിച്ച് നമ്മൾ ഈ വായിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ തുടർന്ന് വായിക്കുന്നത്. ഇപ്പോൾ ഈ മുദ്ര എന്നുള്ള വാക്ക് എവിടെയൊക്കെ വരുന്നുണ്ടെന്ന് നോക്കിയപ്പം ഈ വെളിപാട് പുസ്തകത്തിൽ 8 തവണയായി മുദ്ര എന്നുള്ള വാക്ക് വരുന്നത്. അവിടെ ഇത് ക്രിസ്തുവിന് മുദ്രയെക്കുറിച്ച് അതിൻ്റെ വെളിപാട് 13-ന്റെ 16, 17 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ അത് അവിടെ കൊണ്ട് തീരുന്നില്ല. ഈ ക്രിസ്തുവിന് മുദ്ര ഏൽക്കാത്തവർ, മൃഗത്തിന് മുദ്ര ഏൽക്കാത്തവർ, മൃഗത്തിന് മുദ്ര ഏൽക്കാത്തവരെന്ന് വചനത്തിൽ ഉടനീളം 22-ാം അധ്യായം 20-ാം അധ്യായം വരെയും വീണ്ടും ഈ പദപ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ആ വാക്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്യാം. നമ്മളിപ്പം വെളിപാട് 13-ന്റെ 16 മുദ്ര ഏൽക്കാത്തവരെ കുറിച്ച് വായിക്കുന്നു. പിന്നെ 14-ാം അധ്യായം, ഇപ്പം നമ്മളായിരിക്കുന്ന 14-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ, 3-ാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെ നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന അപ്പം ക്രിസ്തുവിനെ മുദ്ര ഏൽക്കുന്നവർക്കുള്ളൊരു ന്യായവിധിയെക്കുറിച്ചാണ് അവിടെ 9-10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. പിന്നെ 11-ാമത്തെ വാക്യത്തിൽ അവരുടെ ദണ്ഡനത്തിന് പുക എന്നേക്കും പൊങ്ങും. 14-ന്റെ 11-ാമത്തെ വാക്യം, മൃഗത്തെയും അതിൻ്റെ പ്രതിമയും നമസ്കരിക്കാത്തവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥത ഉണ്ടാവുകയില്ല. ആ ഒരു ന്യായവിധിയെക്കുറിച്ച് ആ 9, 11 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. പിന്നെ 15-ാം അധ്യായത്തിൽ അവിടെ വായിക്കുന്നത്, അവിടെ ഈ ജയിച്ചവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. 15-ാം അധ്യായത്തിന് ഈ 144,000 എന്ന വണ്ണമുള്ള ഒരു ജയിച്ചവരെ കുറിച്ച് പറയുമ്പം അവരെ കുറിച്ച് എന്താ പറയുന്നത്? വെളിപാട് 15-ന്റെ 2-ാമത്തെ വാക്യം, തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ. അപ്പോൾ അതാണ് നമ്മൾ വായിക്കുന്നത്. പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കടലിൻ്റെ അരികെയല്ല, പളുങ്കടലിൻ്റെ മേൽ നിന്നാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടെയും നമ്മളെന്താ വായിക്കുന്നത്? ആ ഒരു ഇമേജ്
വിക്ടോറിയസ് ഓഫ് ദ ബീസ്റ്റ് ആൻഡ് ഹിസ് ഇമേജ് ആൻഡ് ദ നമ്പർ ഓഫ് ഹിസ് നെയിം, ആ ഒരു പേരിൻ്റെ സംഖ്യയൊക്കെ ജയിച്ചവരെ കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം ആ ജയിച്ചവരാണ് നമ്മളിപ്പം വായിച്ച 244,000 പേരുടെ. അത് ഇത് ക്രിസ്തുവിൻ്റെ സംഖ്യയെ അക്ഷരികമായിട്ടുള്ള ദ ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ ദ ആൻറ്റി ക്രൈസ്റ്റിനെ ജയിക്കുന്നവർ അവസാനത്തെ 3 വർഷക്കാലം ഉള്ള കാര്യം നമുക്കറിയുന്ന ഒന്നാമത്തെ നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുവിന് ആത്മാവ് ഉണ്ടായിരുന്നു, പല ക്രിസ്തുക്കൾ ഉണ്ടെന്നുള്ളൊരു കാര്യം 1 യോഹന്നാൻ 2:19 നമ്മൾ വായിച്ചായിരുന്നു. അപ്പോൾ ക്രിസ്തുവിന് ആത്മാവ് തന്നെ ഉയർത്തുന്ന ആ ഒരു ആത്മാവിനെ ജയിച്ചവരുടെ കാര്യമാണ്. അവരാണ് ഈ എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ള ആ ഒരു വിശ്വാസികളായിട്ടുള്ള 144,000 പേര്, അവരാണ് വിജയാളികളായിട്ട് വെളിപ്പെടുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നത്. അപ്പം നമ്മളിപ്പം 15:2 കണ്ടു. പിന്നെ 16 അധ്യായത്തിന് 2-ാമത്തെ വാക്യത്തിൽ ഈ മൃഗത്തിന്റെ മുദ്രയുടെ കാര്യം പറയുന്നുണ്ട്. 1-ാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു, അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായതായിട്ടുള്ള കാര്യം. ദൈവത്തിന്റെ ന്യായവിധി ഈ പ്രതിമയുടെ മുദ്ര ഏൽക്കുന്നവരുടെ, പ്രതിമ നമസ്കരിക്കുന്നവർക്കും മൃഗത്തിന്റെ മുദ്ര ഏൽക്കുന്നവർക്കും കിട്ടുന്ന കാര്യം നമ്മൾ വായിക്കുന്നു. പിന്നെ 19-ാം അധ്യായത്തിലെ വെളിപാട് 19-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുകയാണെങ്കിലും അവിടെ നമ്മൾ എന്താ കാണുന്നത്? മൃഗത്തെയും അതിന് മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന് മുദ്ര ഏൽക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന. അപ്പോൾ ആ ഒരു ഈ മുദ്രയും അതിനെ നമസ്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ ആ ഒരു സീരിയസ്നെസ് വചനത്തിൽ ഉടനീളം വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യം നമ്മൾ വായിക്കുന്നത്. പിന്നെ 20-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലും കൂടെ അത് നമ്മൾ കാണുന്നുണ്ട്. 20-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഈ മുദ്ര ഏൽക്കാത്തവരുടെ കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അതെന്താ വായിക്കുന്നത്? 4-ാമത്തെ വാക്യം, വെളിപാട് 20:4, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരിക്കുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരിക്കുന്നവരുമായ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. അപ്പം മുദ്ര ഏൽക്കുന്നവർക്കുള്ള ഒരു ന്യായവിധി, മുദ്ര ഏൽക്കാത്തവർക്ക്, മുദ്ര ഏൽക്കാതെ മറിച്ച് കർത്താവിൻ്റെ മുദ്ര, യേശുവിൻ്റെ നാമം, പിതാവിൻ്റെയും പുത്രൻ്റെയും നാമം നമ്മുടെ നെറ്റിമേലായിരിക്കാൻ തക്കവണ്ണം നമ്മൾ വെളിപാട് 22:4 കണ്ടതുപോലെ അതുപോലെ കർത്താവിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് ആരാധിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ആ ഒരു പക്വതയിലേക്ക് വരും. നമ്മൾ ആ ഒരു പക്വതയെ കുറിക്കുന്നൊരു വചനഭാഗം കൂടെ നമ്മൾ അതിമോചന പുസ്തകത്തിൽ വായിച്ചായിരുന്നു. 1 യോഹന്നാൻ 2:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, പിതാക്കന്മാർ, 3 കാര്യങ്ങൾ, ചിൽഡ്രൻ, ലിറ്റിൽ ചിൽഡ്രൻ, യങ് മെൻ, ഫാദേഴ്സ് എന്നുള്ള ഒരു 3 കാറ്റഗറി നമ്മളവിടെ 1 യോഹന്നാൻ 2:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. നമ്മൾ ആത്മീയമായിട്ട് രക്ഷിക്കപ്പെടുന്ന അവസ്ഥയിൽ കുഞ്ഞുങ്ങളായിട്ട് ശൈശവാവസ്ഥയിലുണ്ട്. എന്നാൽ നമ്മൾ പാപത്തേക്ക് ജയിക്കുന്നു, ദൈവവചനം നമ്മളിൽ വസിക്കുന്നു. യൗവനക്കാർ നമ്മളെ കുറച്ചുകൂടെ ഒരു പക്വതയിലേക്ക് വരുന്നതെന്ന് വീണ്ടും അതിലും നിൽക്കുകയല്ല. ഇന്ന് ദൈവത്തെ അറിയുന്ന അതിമുതലേ ഉള്ളവനെ അറിയുന്നവരും ദൈവത്തിൻ്റെ ആ സ്വഭാവമുള്ളവരുമായിട്ടുള്ള പിതാവിൻ്റെ ഒരു ത്യാഗാത്മക സ്വഭാവത്തോടെയുള്ള ആ ഒരു പിതാവിൻ്റെ ഹൃദയത്തോടെയുള്ള പിതാവിനെ അറിയുന്നവരെ കുറിച്ച് ഫാദേഴ്സ് എന്നുള്ളൊരു കാര്യം വായിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമം റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുപോലെ ആ ഒരു പിതാവിൻ്റെ ഹൃദയമുള്ളവരായിട്ട് മറ്റുള്ളവരെ രക്ഷയിലേക്ക് നടത്തുന്നതിനാവട്ടെ, മറ്റുള്ളവരെ ശിഷ്യത്വത്തിലേക്ക് നടത്തുന്നതിനാവട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗാത്മകമായിട്ട് നമ്മൾ സെർവ് ചെയ്യുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം. അങ്ങനെ നമ്മൾ പിന്നെ ഈ 144,000 പേരെ അവരുടെ പാട്ടിനെ കുറിച്ചുമൊക്കെ അവരുടെ ശബ്ദത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ 2-ാമത്തെ വാക്യം മുതൽ വീണ്ടും നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട്. അത് നമ്മളെ ഇപ്പോൾ ഒരു കുറച്ച് സമയത്തേക്കുള്ളൊരു ധ്യാനം മാത്രമായി പോകാതെ ഈ ഒരു പോർഷൻ നമുക്ക് വീണ്ടും വീണ്ടും നമ്മളുടെ ജീവിതത്തിൽ അതൊരു അന്വർത്ഥമാകാനും നമ്മളെല്ലാവരും ഒന്ന് അവിടെ അതിൻ്റെ കൂട്ടത്തിൽ കാണപ്പെടുവാൻ നമുക്ക് എല്ലാവർക്കും ഒരേ ചാൻസാണ് ഉള്ളത്. ദൈവം പക്ഷഭേദമില്ലാത്തവനാണ്. എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ നമ്മളെങ്ങനെ ആയിരിക്കുന്നു എന്നനുസരിച്ചായിരിക്കും അന്ന് നിത്യതയിലും അന്ന് നമ്മൾ ആ കൂട്ടത്തിൽ കാണപ്പെടുവോ, അതോ നമ്മളെ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അങ്ങനെ അങ്ങ് കഷ്ടിച്ച് മുഷ്ടിച്ച് അങ്ങ് എത്തിയാൽ മതിയോ? നമുക്കായിട്ട് കർത്താവ് എല്ലാം തന്നു. നമുക്ക് കർത്താവിനായിട്ടെല്ലാം കൊടുക്കാൻ നമുക്ക് നമ്മളുടെ സമയവും നമ്മളുടെ താലന്തുകളും നമ്മളുടെ ജീവിതവും എല്ലാം പരിപൂർണ്ണമായിട്ട് കർത്താവിന് കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ട്. കർത്താവിൻ്റെ നാമത്തെ റിഫ്ലക്റ്റ് ചെയ്യുവാൻ, കർത്താവിൻ്റെ സ്വഭാവത്തെ, പിതാവിൻ്റെ സ്വഭാവത്തെ നമ്മുടെ ജീവിതം കൊണ്ട് പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ആ ഒരു ക്രൂശിൻ്റെ വഴിയെ പോയി ആ തേജസ് ജീവനാൽ നിറഞ്ഞ് ക്രൂശിൻ്റെ മരണത്തിൻ്റെ വഴിയെ പോയി പിതാവിൻ്റെ ജീവനാൽ നിറഞ്ഞ് യേശുവിനെയും പിതാവിനെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വെളിപ്പെടുത്തുന്നവരായിട്ട് ജീവിക്കാൻ കർത്താവ് നമ്മുടെ ഓരോരുത്തരെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവെ നന്ദി കർത്താവേ, അവിടുത്തെ വചനത്തിൻ്റെ എല്ലാ ഉത്സാഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഈ ഒരു വലിയൊരു സ്വർഗീയ വിളി അവിടുന്ന് തന്നിട്ടുണ്ടല്ലോ. അതിന് യോഗ്യമാവണ്ണം
കർത്താവെ ആ സിയോൻ മലയുടെ മുകളിലേക്ക് കർത്താവെ എത്തുവാൻ തക്കവണ്ണം ആ സിയോൻ മലയുടെ ഒരു 30% കയറി തീർക്കാനല്ല, അതിൻ്റെ ഒരു 60% കയറി തീർക്കാനുമല്ല, മറിച്ച് നല്ലപോർ പൊരുതി വിശ്വാസം കാത്തു ഞാൻ ജീവൻ്റെ കിരീടം എനിക്കായിട്ടുണ്ട് എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ഓട്ടം ഓടി തികച്ചു, ഞാൻ ആ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു, ഞാൻ സിയോൻ മലയുടെ മുകളിലേക്ക് ഞങ്ങളുടെ ജീവിതാവസാനമാവട്ടെ കർത്താവെ, അവിടുത്തെ രണ്ടാമത്തെ വരവെങ്കിലാവട്ടെ ആ സിയോൻ മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറയാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള വെളിച്ചത്തോണം സമ്പൂർണ്ണമായിട്ട് അവിടത്തേക്ക് വിശ്വസ്തരാകുവാനും അവിടുന്ന് പറയുന്നതെല്ലാം അനുസരിക്കുവാനും അവിടുത്തെ ആത്മാവിൻ്റെ കർത്താവെ ആത്മാവിൻ്റെ ആ ഒരു പ്രചോദനത്തിനനുസരിച്ച് ആത്മാവിൻ്റെ പ്രേരണക്കനുസരിച്ച് നീങ്ങുവാനും മറ്റു മനുഷ്യരെന്ത് വിചാരിക്കും, ലോകക്കാരെന്ത് വിചാരിക്കും, ബന്ധുക്കളെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് കർത്താവെ എന്ന് ചിന്തിക്കാതെ പാരമ്പര്യങ്ങളെയും പാപത്തെയും എല്ലാം വെറുത്ത് കർത്താവെ അവിടുത്തെ വചനത്തിനായിട്ട് അവിടത്തേക്കായിട്ട് ലജ്ജിക്കാതെ കർത്താവ് അവിടത്തേക്കായിട്ടൊരു നിലപാടെടുക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളും കുറവുകളും എല്ലാം കർത്താവ് ഞങ്ങൾ മാനസാന്തരപ്പെടുന്നു. അവിടുത്തെ കൃതലങ്ങൾ ഒരിക്കൽ കൂടെ കഴുകിയാട്ടെ. അവിടുന്ന് വീണ്ടും ഞങ്ങൾക്ക് അവസരങ്ങൾ തരുന്ന ദൈവമാണല്ലോ, അവിടുത്തെ സ്നേഹമാണല്ലോ ഞങ്ങൾ കർത്താവ് ഇതുപോലുള്ള വചനങ്ങൾ കേൾക്കുവാൻ വീണ്ടും ഞങ്ങളെ അവിടുന്ന് വെല്ലുവിളിച്ച അവസരങ്ങൾ നൽകുന്നത് കർത്താവെ. അതിനോട് പൂർണ്ണമായിട്ട് പ്രതികരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളാരും കർത്താവെ അന്ന് ആ കൂട്ടത്തിൽ കാണപ്പെടാതിരിക്കുവാൻ ആരും ഇടവരുത്. ഞങ്ങളെല്ലാവരും തന്നെയും കാണപ്പെടുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ഞങ്ങളെ തന്നെയും വിധേയപ്പെടുത്തി തരുന്നുമില്ല. യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.